ബ്രഹ്മസൂത്രം. ഇതിന്റെ ഭാഷ്യം ശങ്കരാചാര്യർ എഴുതിയ ഭാഷ്യമായതുകൊണ്ട് ഇതിന്റെ ഭാഷ്യത്തെ എന്ത് വിളിക്കും? ശാങ്കരം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ശാങ്കര ഭാഷ്യം എന്ന് കാണുന്നത്. ബ്രഹ്മസൂത്ര ശാങ്കര ഭാഷ്യം. ഇതില് ഭാഷ്യരത്നപ്രഭ എന്നുള്ള ടീക്കയുണ്ട്. നിങ്ങൾക്ക് തുടക്കത്തിൽ കാണാം ശ്രീ ഗോവിന്ദാനന്ദ കൃതയാ ഭാഷ്യരത്നപ്രഭയാ സമുപേതം. 3 ടീക്കയുണ്ട് ഈ ബുക്കിലും പുസ്തകത്തിൽ. 3 ടീക്ക. ഒന്ന് ഭാഷ്യരത്നപ്രഭ, പിന്നെ വാചസ്പതിയുടെ ഭാമതി, പിന്നെ ആനന്ദഗിരി സ്വാമികളുടെ ന്യായനിർണയം. നമ്മളിവിടെ ഭാമതിയും ന്യായനിർണയം എടുക്കുന്നില്ല. കാരണം വേറൊരു 3 ടീക്ക പ്രസിദ്ധമാണ്. ഭാമതി പരിമള കൽപ്പതരു എന്ന് പറഞ്ഞിട്ട്. ഇതേപോലെ തന്നെ പുസ്തകം കാണാം. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഭാഷ്യരത്നപ്രഭയാണ്. അതായത് ഭാഷ്യത്തിനെ നമ്മൾക്ക് വിശദീകരിച്ച് കിട്ടാൻ രത്നപ്രഭ എന്നല്ല. ഭാഷ്യമേവ രത്നം തസ്യ പ്രഭ, ഭാഷ്യരത്നപ്രഭ. ഭാഷ്യം തന്നെ രത്നം, അതിന്റെ പ്രഭ, അതിനെ പ്രകാശിപ്പിച്ചു കൊടുക്കുകയാണ് ടീക്ക. ഇതാരുടേതായിട്ടാ പറയപ്പെടുന്നത്? ഗോവിന്ദാനന്ദ കൃതാണ്. ശരിക്ക് ഗോവിന്ദാനന്ദ സ്വാമികളുടെ ശിഷ്യൻ ഒരാളുണ്ട്, രാമാനന്ദ സ്വാമി. ഈ രാമാനന്ദ സരസ്വതിയുടേതാണ് ശരിക്ക് ഈ ഗ്രന്ഥം. അങ്ങേര് അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പേരിൽ എഴുതിയെന്നുള്ളത്. അങ്ങനെയും ചില സ്ഥലത്ത് സംഭവിക്കുമല്ലോ. പലരും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ രാമാനന്ദ സരസ്വതികളുടെ ഗുരുവാണ് ഗോവിന്ദാനന്ദ സരസ്വതി. അദ്ദേഹത്തിന്റെയും ഗുരുവാണ് ഗോപാല സരസ്വതി. ഗോപാല സരസ്വതിയുടെയും ഗുരുവാണ് ശിവരാമ സരസ്വതി. നിങ്ങൾക്കിത് 4ാമത്തെ മംഗളശ്ലോകത്തിൽ കാണാം. ചില സ്ഥലത്ത് ഗുരു, പരമഗുരു, പരമേഷ്ഠി ഗുരു, ഇവർക്ക് എല്ലാവർക്കും നമസ്കാരം കൊടുക്കും. നമസ്കാരം എന്തിനുള്ളതാ? നമസ്കാരം എന്ന് ഉദ്ദേശിച്ചത് മംഗളത്തിലെ ഒരു രൂപം മാത്രമാണ് നമസ്കാരം. നമസ്കാരാത്മകം, വസ്തുനിർദ്ദേശാത്മകം, ആശീർവാദാത്മകം എന്നിങ്ങനെ 3 രൂപത്തിൽ മംഗളം വരാം. അപ്പോൾ ഇതിന്റെ യഥാർത്ഥ കർത്താവ് ആരായിരിക്കും? രാമാനന്ദ സരസ്വതിയാണ്. പക്ഷെ നിങ്ങൾ കാണുക ഗോവിന്ദാനന്ദ സരസ്വതി. ഇതിന് കാരണം ഇതാണ്, അദ്ദേഹം സ്വന്തം ഗുരുവിന്റെ പേരിൽ എഴുതിയ ഗ്രന്ഥമാണ്. ഇങ്ങനെയുള്ള ഭാഷ, അതായത് ഏതൊരു ഗ്രന്ഥത്തിന് അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ, ഗ്രന്ഥമല്ല ശാസ്ത്രം, ശാസ്ത്രത്തിന്റെ ആചാര്യൻ എന്ന് പറഞ്ഞാല് ആ ശാസ്ത്രശാഖയുടെ സൂത്രം എഴുതിയ ആളായിരിക്കും. ഇവിടെ ഇപ്പോൾ അദ്വൈത വേദാന്തം, വേദാന്തം തന്നെ പലതായിട്ട് മാറും. ദ്വൈത വേദാന്തമുണ്ട്, വിശിഷ്ടാദ്വൈതമായിട്ടും വേദാന്തത്തെ കാണും. കാരണം വേദത്തിന്റെ മുഖ്യ ഭാഗമാണല്ലോ വേദാന്തം എന്ന് പറയുന്നത്. അത് ചിലര് ദ്വൈതപരമായിട്ട് കാണും, ചിലര് വിശിഷ്ടാദ്വൈതപരമായിട്ടും കാണും, ചിലര് അദ്വൈതപരമായിട്ടും, ദ്വൈതപരമായിട്ടും വിശിഷ്ടാദ്വൈതപരമായിട്ടും അദ്വൈതപരമായിട്ടും കാണാം. ഈ അദ്വൈത വേദാന്ത ദർശനത്തിന്റെ ആചാര്യനാണ് ആര്? ശങ്കരാചാര്യ. ആണ് എല്ലാവരുടെയും തെറ്റിദ്ധാരണ. ഞാൻ പറഞ്ഞു സൂത്രകാരനായിരിക്കും ശാസ്ത്രശാഖയുടെ ആചാര്യൻ. അപ്പൊ ആരായിരിക്കും? ബാദരായണൻ. അല്ലാതെ ശങ്കരാചാര്യരല്ല. ഓരോരോ ഇവിടെ തന്നെ ആസ്തികമായിരിക്കുന്ന ശാസ്ത്രം, ആസ്തിക ശാസ്ത്രം ഇവിടെ 6 അതിൽ ഒന്ന് മാത്രമാണ് അദ്വൈത വേദാന്തം. ആ അദ്വൈത വേദാന്തത്തിന്റെ ആചാര്യനാണ് ബാദരായണ എന്നറിയപ്പെടുന്ന വ്യാസൻ. അദ്ദേഹത്തിന്റെ ബ്രഹ്മസൂത്രം 555 സൂത്രങ്ങള്, 192 അധികരണങ്ങള്, 16 പാദങ്ങള്, 4 അധ്യായങ്ങളോടുകൂടിയ ബ്രഹ്മസൂത്രം. നിങ്ങളുടെ ശ്രുതിപ്രസ്ഥാനവും സ്മൃതിപ്രസ്ഥാനവും കഴിഞ്ഞു. പ്രസ്ഥീയതേ അനേനേതി പ്രസ്ഥാനം, അതായത് ജ്ഞാനത്തിലൂടെ ബ്രഹ്മപ്രാപ്തിക്കായിട്ട് ഉപകരിക്കുന്നതിനെയാണ് നമ്മൾ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഈ പ്രസ്ഥാനങ്ങളെ തന്നെ 3 ആകും: ശ്രുതി, സ്മൃതി, ന്യായം. ശ്രുതി പ്രസ്ഥാനം എന്നുള്ളതാണ് ഉപനിഷത്തുക്കൾ.
സ്മൃതിപ്രസ്ഥാനം എന്നുള്ളതിലാണ് ഗീത പെട്ടിരിക്കുന്നത്. അപ്പോൾ ശ്രുതിയും സ്മൃതിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? എവിടെയാണോ ആ ഗ്രന്ഥത്തിന്റെ കർത്താവ് സ്മരിക്കപ്പെട്ടിരിക്കുന്നത്, ആ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ സ്മൃതിയിലേ വരത്തുള്ളൂ. ഗീത സ്മൃതിയിൽപ്പെട്ടതാണോ? ആണ്. ഗീതയുടെ കർത്താവ് ആരാ? ഗീത മഹാഭാരതത്തിന്റെ ഭാഗമാണ്. ഭഗവത്ഗീത അതിന്റെ കർത്താവ് വ്യാസൻ തന്നെയാണ്. അതേപോലെ ഇവിടെ ബ്രഹ്മസൂത്രത്തെ നമുക്ക് സ്മൃതി ഗ്രന്ഥം എന്ന് പറയാൻ പറ്റുമോ? വേണേ പറയുമോ? എന്തുകൊണ്ടാ? ഇവിടുത്തെ ഗ്രന്ഥകർത്താവ് സ്മരിക്കപ്പെട്ടിട്ടുണ്ട്, വ്യാസനാണെന്നുള്ളത് അറിയാം. പക്ഷെ ശ്രുതിയുടെ കാര്യത്തിൽ അവിടെ ഗ്രന്ഥത്തിന് കർത്താവില്ല. ഈശ്വരൻ ആ വേദത്തിന്റെ കർത്താവാണോ? ഈശ്വരനിൽ നിന്നല്ലേ വേദം നിർഗമിച്ചത് എന്ന് കരുതിയിട്ട് ആ വേദത്തിന്റെ കർത്താവല്ല ഈശ്വരൻ. കാരണം സ്വന്തം ബുദ്ധിപൂർവമായിരിക്കുന്ന ഒരു പ്രവൃത്തി വരുമ്പോൾ മാത്രമേ അവിടെ കർത്താവ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ ശ്രുതിയുടെ കാര്യത്തിൽ ഈശ്വരൻ സ്വന്തം ബുദ്ധിപൂർവമായിട്ടിരിക്കുന്ന ഒരു പ്രവൃത്തി അല്ല ചെയ്തിരിക്കുന്നത്, മറിച്ച് അനാദിയായിരിക്കുന്ന വാക്യങ്ങളെ പുറപ്പെടുവിക്കുകയോ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അവിടെ കർത്താവിന്റെ ബുദ്ധിയുടെ വൈകല്യമോ സാമർഥ്യമോ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പൗരുഷേയമായതിനാൽ പുരുഷൻ അവിടെ പ്രസിദ്ധമല്ല, കർത്താവ് അവിടെ പ്രസിദ്ധമല്ല എന്നത് കൊണ്ടാണ് മുഖ്യ പ്രമാണമായിട്ട് വേദത്തെ മാനിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ശ്രുതി പ്രസ്ഥാനം കഴിഞ്ഞു. 10 ഉപനിഷത്ത് നമ്മളത് മുമ്പ് കഴിഞ്ഞതാണ്. സ്മൃതി പ്രസ്ഥാനത്തിൽപ്പെട്ടിരിക്കുന്ന ഗീതയുടെയും ടീപ്പിയോടുകൂടി നമ്മൾ മുഴുവനാക്കി. ഇനി അവശിഷ്ടമാണ് ന്യായപ്രസ്ഥാനത്തിൽപ്പെട്ടിരിക്കുന്ന. ന്യായം ഉദ്ദേശം എന്താണ്? തർക്കപ്രധാനമായതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ന്യായം എന്ന് പറയുന്നത്. ബ്രഹ്മസൂത്രത്തെ ഉദ്ദേശിച്ചിട്ടാണ് ന്യായം. ചില സമയത്ത് ബ്രഹ്മസൂത്രത്തിന്റെ അധികരണത്തെ ന്യായം എന്ന് പറയാറുണ്ട്, ബ്രഹ്മസൂത്രത്തെയും ന്യായം എന്ന് പറയാറുണ്ട്. ഏതൊക്കെയാണ് ഈ ആസ്തിക ദർശനങ്ങള്? സാങ്ക്യം, യോഗം, പൂർവമീമാംസ, ഉത്തരമീമാംസ, ന്യായം, വൈശേഷികം. ഇവിടെ എന്തുകൊണ്ടാണ് ആസ്തികം എന്ന് പറയുന്നത്? ഈശ്വരനെ മാനിക്കുന്നത് കൊണ്ടാണോ അഥവാ വേദത്തെ മാനിക്കുന്നത് കൊണ്ടാണോ? വേദത്തെ മാനിക്കുന്നത് കൊണ്ടാണ്, അല്ലാതെ ഈശ്വരനെ മാനിക്കുന്നത് കൊണ്ടൊന്നല്ല. കാരണം നിങ്ങളുടെ ഈ ആസ്തിക ദർശനങ്ങളിൽ പെട്ടിരിക്കുന്ന സാങ്ക്യ സിദ്ധാന്തത്തില് ഈശ്വരനില്ല. 24 തത്വങ്ങളെ മാനിക്കുന്നിടത്ത് ഈശ്വരൻ ഒരു തത്വമായിട്ട് ഭവിക്കുന്നില്ല. ആയതിനാൽ എന്നിട്ടും അവർ ആസ്തികന്മാരായതുകൊണ്ട് വേദത്തെ പ്രമാണമായിട്ട് മാനിക്കുന്നവര് ആസ്തികന്മാരെന്നും വേദത്തെ പ്രമാണമായിട്ട് മാനിക്കാത്തവരെ നമ്മൾ നാസ്തികന്മാരെന്നും വേർതിരിച്ചിരിക്കുന്നു. അതായത് ചില സ്ഥലത്ത് പറയും അസ്ഥി പരലോകമിതി മതിറിയസ്തിയ എന്ന് പറയും. സ ആസ്തിക. പരലോകം ഉണ്ട് എന്നുള്ള ബുദ്ധി ആർക്കാണുള്ളത് അവനെ ആസ്തികനെന്നും പറയാറുണ്ട്. ഇതിനായിട്ട് പതഞ്ജലിയുടെ ഒരു സൂത്രം തന്നെയുണ്ട്, അസ്ഥിനാസ്തിർ ദൃഷ്ടം മതിഹി എന്ന് പറഞ്ഞിട്ട്. അസ്ഥിർ ബുദ്ധിര്യസ്യ സ ആസ്തിക, നാസ്തിർ ബുദ്ധിയസ്യ സ നാസ്തിക എന്ന് പറഞ്ഞു. അപ്പോൾ ആസ്തിക ഗ്രന്ഥമായിരിക്കുന്ന, ആസ്തിക ദർശനമായിരിക്കുന്ന അദ്വൈത വേദാന്തത്തിന്റെ ശ്രുതിയിൽ പറഞ്ഞ കാര്യങ്ങളുടെ നിശ്ചയത്തിനായിട്ടാണ് സൂത്രം വന്നിരിക്കുന്നത്. ശ്രുതിയിലൂടെ എന്തൊക്കെ പറഞ്ഞോ അവിടെ നിശ്ചയം കുറെ നടന്നിട്ടുണ്ട്. പക്ഷെ അവിടെയും സംശയം വരാമെന്നിരിക്കെ അതിനെ നിർണയിക്കാനാണ് സൂത്രം രചിച്ചത്. നിങ്ങളുടെ 10 ഉപനിഷത്തുക്കളില് കേനോപനിഷത്തിനെ സംബന്ധിച്ച് ഒരു സൂത്രവും ഇല്ല. ഇവിടുത്തെ എല്ലാ സൂത്രങ്ങൾക്കും ശ്രുതിയായിട്ട് സംബന്ധമുണ്ട്. ശ്രുതിയുടെ അർത്ഥനിർണയമാണ് സൂത്രത്തിലൂടെ ചെയ്യുന്നത്. പക്ഷേ കേനോപനിഷത്തിന്റെ ഒരു ശ്രുതിയും ബ്രഹ്മസൂത്രത്തിൽ സംബന്ധിയായിട്ട് സൂത്രരൂപത്തിൽ രചിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഭാഷ്യകാരൻ കേനോപനിഷത്തിന് 2 ഭാഷ്യം കൊടുക്കുന്നത്. ഇനി നിങ്ങൾ ഇതിന്റെ മംഗളശ്ലോകം കണ്ടോ? രത്നപ്രഭയുടെ മംഗളശ്ലോകമാണ്. ഈ ഭാഷ്യത്തിന് മംഗളശ്ലോകം ഉണ്ടോ? നിങ്ങളുടെ ഭാഷ്യം തുടങ്ങുന്നത് 4-ാം പേജിൽ യുഷ്മദസ്മത് പ്രത്യേക ഗോചരയോഹു എന്നും പറഞ്ഞ ഭാഷ്യം നേരിട്ട് തുടങ്ങുകയാണ്. ഭാഷ്യകാരൻ മംഗളശ്ലോകം എഴുതിയിട്ടില്ല. മംഗളാദീനി മംഗളമധ്യാനി മംഗളാന്താനി കാര്യാണി പ്രഥന്തേ വീരപുരുഷകാണി ച ഭവന്തി അധ്യേതാരശ്ച സിദ്ധാർത്ഥ യഥാ സിഹു എന്ന് മഹാഭാഷ്യത്തിൽ ഒരു വചനമുണ്ട്.
അതുകൊണ്ട് തുടക്കത്തിലും മധ്യത്തിലും ഒടുക്കത്തിലും മംഗളം ചെയ്യുക എന്നുള്ളത് രീതിയാണ്, പരമ്പരയിലുള്ളതാണ്. എന്നിട്ടും ഭാഷകാരൻ മംഗളം ചെയ്തിട്ടില്ല. അതും എവിടെയാ? ബ്രഹ്മസൂത്രത്തിന്റെ ഭാഷ്യത്തിനാണ് മംഗളം ചെയ്യാതെ പോയത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം ഉണ്ടാവുമല്ലോ അല്ലെ? അതാണ് പ്രശ്നം. അങ്ങേര് അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലായിക്കൊള്ളാം. നമുക്ക് പിന്നെ പറയാതെ. ഇനിയിപ്പൊ മംഗള ശ്ലോകത്തിലേക്ക് കയറിക്കോ. യമിഹ കാരുണികം ശരണം ഗതോപ്യസു ഹരി സഹോദര ആപമഹത്പദം സമഹമാശു ഹരിം പരമാശ്രയേ ജനകജാംഗജമനന്ത സുഖാകൃതിം യം കാരുണികം ഹരിം ശരണം ഗതോ അപി ഹരി സഹോദര ആശു മഹത്പദം ആപ. യം ഹരിം, യാതൊരു ഹരിയെ, ഹരിയുടെ വിശേഷണമാണ് മുന്നോട്ട് കൊടുത്തത്. അനന്ത സുഖാകൃതി, അനന്ത സുഖസ്വരൂപനായിരിക്കുന്ന പരമാത്മസ്വരൂപനായിരിക്കുന്ന ഹരി. ഹരി ഇവിടെ ഹരിയാണ്. ഹരി എന്ന് പറയുന്നത് നാരായണൻ. അപ്പൊ അനന്ത സുഖാകൃതിയായിരിക്കുന്ന നാരായണ സ്വരൂപനായിരിക്കുന്ന പരമാത്മാ രാമനെ യം രാമം നന്ദിച്ചുള്ള കാരുണികനായിരിക്കുന്ന രാമനെ ശരണം കതോപി ഹരി സഹോദര. രാമന്റെ ശത്രു ആരാ? പലരുണ്ടായിരിക്കാം. പ്രസിദ്ധമാണ് രാവണൻ അല്ലേ? ആ രാവണന്റെ സഹോദരൻ ആരാ? വിഭീഷണൻ. വിഭീഷണൻ ആരെയാണ് ആശ്രയിക്കുന്നത്? രാമനെ. ആ രാമന്റെ വിശേഷണമായിട്ടാണ് അനന്ത സുഖാകൃതി, സുഖം സ്വരൂപനായിരിക്കുന്ന രാമനെ കാരുണികം, കരുണായുക്തം, ശരണം ഗതൗ, ശരണം പ്രാപിച്ചിരിക്കുന്ന സ്വന്തം ശത്രുവിന്റെ സഹോദരനായിരിക്കുന്ന വിഭീഷണൻ ആശു എന്ന് പറഞ്ഞ ശീഘ്രം തന്നെ മഹത്പദമാപ, അങ്ങേര് പ്രാപിച്ച മഹത്പദം എന്നുള്ളത് രാജ്യപ്രാപ്തിയാണ്. ഇനി ഒരു വിശേഷണം പറയാണ്, ജനകജാംഗജം. ജനകജ അംഗേ യസ്യ സ ജനകജാംഗജ തം ജനകജാംഗജം. ജനകളിൽ നിന്ന് ജനിച്ചിരിക്കുന്ന ജനകജാംഗജ ആരാ? ജനകാജാതം ജനകജ. ठीक है. ജനകജ അംഗേ യസ്യ തം സഹ ജനകജാംഗജ. അങ്ങനെയുള്ള ജനകളിൽ നിന്ന് ജനിച്ചിരിക്കുന്ന ജനകന്റെ പുത്രി, ठीक है, സീത. കൂടെയുള്ളത് യാതൊരു രാമന്റേതാണോ ആ രാമനാണ് ജനകജാംഗം. അങ്ങനെയാണ്. തം ജനകജാംഗം. ആ ജനകജാംഗം എന്നുള്ളത് ജനകജാംഗജ എന്നല്ല, ജനകജാംഗം. ജനകജ അംഗേയസ്യ, ജനകാജാത ജനകജ സീത. ആ സീത കൂടെ ഇരിക്കുന്നത് ഏതൊരു രാമന്റേതാണോ ആ രാമനാണ് ജനകജാംഗം. തം ആദ്യം പ്രഥമ ഉണ്ടാക്കുക, ജനകജാംഗ. തം ജനകജാംഗം. ആരാണ് ജനകജാംഗ? രാമൻ. തം അഹം പരമാശ്രയി, പരമമായിട്ട് ഞാൻ ആ രാമനെ ആശ്രയിക്കുന്നു. ഒന്നാമത്തെ ശ്ലോകം അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ, ശ്രീ ഗൗര്യ സകലാർത്ഥദം നിജപദ ഭോജേന മുക്തിപ്രദം പ്രൗഢം വിഘ്നഘനം ഹരന്തമനഘം ശ്രീഡുണ്ഡിത്തുണ്ടാസിന വന്ദേ ചർമ്മ കപാലികോപകരണൈർ വൈരാഗ്യ സൗഖ്യാത് പരം നാസ്തീതി പ്രതിശന്ദമന്ദവിധുരം ശ്രീകാശികേശം ശിവം. ശ്രീ ഗൗര്യ സകലാർത്ഥദം. ഇവിടെ ശ്രീ ഗൗര്യ, ഗൗരിയോട് കൂടി, സകലാർത്ഥം ദദാദീതി സകലാർത്ഥത തം സകലാർത്ഥതം. എന്ത് ആവശ്യപ്പെട്ടാലും നൽകും. ठीक है. അതെങ്ങനെ, ആരാണ് നൽകുന്നത്? കാശികേശനാണ്. കാശികയുടെ ഈശ്വരൻ ആരാ? കാശി തന്നെ കാശിക. കാശികയുടെ ഈശ്വരൻ പരമാത്മാ ശിവൻ. അങ്ങേര് ആണ് ഇതെല്ലാം കൊടുക്കുന്നത്. പക്ഷെ ആരൊക്കെ കൂടെ ഉണ്ടെന്നുള്ളത് പറയാണ്. ഗൗരി ഗൗര്യാ സഹ സകലാർത്ഥദം. സകലാർത്ഥത പ്രഥമയില് ഗൗരിയോട് ചേർന്നിരുന്ന്, ഗൗരി ആരാ? പാർവതി. പാർവതിയോട് ചേർന്നിരുന്ന് സകല അർത്ഥ പ്രദാനം നടത്തുന്നവനെ. അതേപോലെ നിജ പദാംബോജേന മുക്തിപ്രദം. സ്വന്തം പദരൂപ അംബുജത്തെ ആശ്രയിക്കുന്നവന്, പദകമലത്തെ ആശ്രയിക്കുന്നവൻ, ആ പദകമലത്താൽ തന്നെ മുക്തി നൽകുന്നവനെ. പിന്നെയോ
പ്രൗഢം വിഘ്നഘനം വിഘ്നവനം വിഘ്നരൂപവനം, അതും എങ്ങനെ പ്രൗഢമായിരിക്കുന്നേ, പ്രകർഷണൂഢമായിരിക്കുന്ന അത്രയും നിറഞ്ഞിരിക്കുന്ന വിഘ്നഘനത്തെ അത് ഹനിക്കും. എങ്ങനെ? ശ്രീ ദുണ്ടിതുണ്ടാസിന അനഘം യഥാസ്യ തഥാ ഹരന്തം. ദുണ്ടി ആരാ? ഗണേശൻ. കാശി തന്നെ ഡുണ്ടി ഗല്ലി ഉണ്ട്, അറിയോ? അത് കാശി ക്ഷേത്രത്തിന്റെ തൊട്ട സൈഡിൽ തന്നെ ചെറിയൊരു മന്ദിരമുണ്ട്, ഡുണ്ടിനാഥ്, ഡുണ്ടി എന്നാണ്. ആ ഡുണ്ടിയുടെ തുണ്ടെന്ന് പറഞ്ഞാൽ മുഖം. ആ മുഖം തന്നെ അസീ രൂപത്തിൽ, വാളിന്റെ രൂപത്തിൽ ഇരിക്കുകയാണ്. വാളാണല്ലോ ഛേദനത്തിന് കാരണം. ഇവിടെ എന്തിനാ ഛേദിക്കുന്നേ? വിഘ്നവനത്തെ. ആരാ ഛേദിക്കുന്നേ? ശിവൻ. ആരോട് കൂടെ ചേർന്ന്? ഡുണ്ടി തുണ്ടനോട് കൂടെ ചേർന്നിട്ട്. അപ്പൊ ഡുണ്ടിയുടെ തുണ്ടരൂപ വാളിനാൽ അസിന, മുഖരൂപ ഗണേശന്റെ മുഖരൂപ വാളിനാൽ സകല വിഘ്ന വനം അനഘം യഥാസ്യ, പാപമില്ലാത്ത രീതിയിൽ തന്നെ, മറ്റൊരു പാപം നിർമ്മിക്കാതെ തന്നെ സകല വിഘ്നവനത്തെയും ഹനിക്കുന്ന ശിവം അഹം വന്ദേ എന്നൊരു വാക്യാന്വയം നടത്തും. അങ്ങനെ ഇരിക്കുന്ന ശിവനെ ഞാൻ നമിക്കുന്നു. ഇനി ശിവന്റെ വിശേഷണം പറയാണ്. ചർമ്മ കപാലിക്കോ ഉപകരണേർ. ശിവന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഭിക്ഷയ്ക്ക് കപാലം, ഖപ്പർ എന്ന് പറയും. പിന്നെന്താ ഉള്ളത്? ഉടുത്തിരിക്കുന്നതോ ചർമ്മ കപാലികകളാണ് അവിടെ ഉപകരണമായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് സിദ്ധിക്കും? വൈരാഗ്യമാണ് സുഖം. വൈരാഗ്യത്തെക്കാൾ കൂടുതൽ സുഖം ഒന്നിലുമില്ല. ഇങ്ങനൊരു കാര്യത്തെ പ്രതിശന്തം ഉപദേശം ചെയ്യുന്നവന്, വൈരാഗ്യാത് പരം നാസ്തീതി പ്രതിശന്തം, വൈരാഗ്യത്തെക്കാൾ പരമായിട്ടും ഒന്നുമില്ലെന്ന് ഉപദേശം നടത്തുന്നേ ശ്രീ കാശികേശം, ശ്രീ കാശികയുടെ ഈശ്വരനായിരിക്കുന്ന പരമാത്മാവിനെ അടുത്ത വിശേഷണം പറയാണ്. പ്രതിശന്തം അന്തവിധുരം എന്ന് പറഞ്ഞാൽ നിഷ്പാപം നിഷ്കൽമഷം, കൽമഷരഹിതനായിരിക്കുന്നേ കാശികയുടെ ഈശ്വരനെ. ആരെ? ശിവം അഹം വന്ദേ. പൂർവ്വത്തിലെ വന്ദേ പദം ഇവിടെ കൊണ്ട് ചെന്നൈക്കുക. അങ്ങനെ ഇരിക്കുന്ന പരമാത്മാ ശിവനെ ഞാൻ നമസ്കരിക്കുന്നു. 2 കഴിഞ്ഞു. മൂന്നാമത്തത് യത്കൃപാലവമാത്രേണ മുഖോ ഭവതി പണ്ഡിതഃ വേദശാസ്ത്രശരീരം താം വാണിം വീണാകരാം ഭജേ. യത് കൃപാലവമാത്രേണ, ആരുടെ കൃപാലവം, ലവം എന്ന് പറഞ്ഞ ലേശം, ആരുടെ കൃപാലേശം കൊണ്ട് തന്നെ മൂകൻ പോലും പണ്ഡിതനാകുന്നുവോ അങ്ങനെ ഇരിക്കുന്ന ആരുടെ കൃപയാണ്? സരസ്വതിയുടെ. വീണാകര, വീണ കരത്തിലുള്ളത് ആരുടേതാണോ സാ വീണാകര താം വീണാകരാം. വീണാകരേ യസ്യാഹ സാ വീണാകര താം വീണാകരാം എന്നർത്ഥം. എന്ത് വിളിക്കാം? വാണീം, സരസ്വതീം. താം വാണീം, വാണി ആയിരിക്കുന്ന സരസ്വതിയുടെ സ്വരൂപം എന്താ? വേദശാസ്ത്ര ശരീര, വേദവും ശാസ്ത്രവും ശരീരമായിരിക്കുന്നത്. കാരണം വാക്സ്വരൂപല്ലേ സരസ്വതി. അതുകൊണ്ടാണ് വേദവും ശാസ്ത്രവും ശരീരമായിരിക്കുന്ന യാതൊരു സരസ്വതി ദേവിയുണ്ടോ ആ സരസ്വതി ദേവിയെ അഹം ഭജേ, ഞാൻ ഭജിക്കുന്നു. എത്ര പേരെയാണല്ലേ! ഇതെന്തിനാ ഇത്രയും മംഗളശ്ലോകം കൊടുക്കുന്നത്? എത്രമാത്രം വിഘ്നമുണ്ടോ അത്രമാത്രം മംഗളം ഉണ്ടെങ്കിൽ മാത്രമേ വിഘ്നം മാറത്തുള്ളൂ എന്ന് ന്യായസിദ്ധാന്ത മുക്താവലി നിങ്ങൾക്ക് കാണാം. ഇതിന്റെ ചർച്ച, വലിയൊരു ചർച്ച തുടക്കത്തിൽ ന്യായസിദ്ധാന്ത മുക്താവലി വരും. അവിടെ പറയും മംഗളാചരണം നടത്തുന്നത് വിഘ്നധ്വംസം വഴി സമാപ്തിക്ക് വേണ്ടിയാണ്. സമാപ്തികാമോ മംഗളം ആചരേ എന്ന് വിധിയുണ്ട് എന്നൊക്കെ കൽപ്പിക്കുകയാണ്. ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് ഏതാണെങ്കിലും ആ കാര്യത്തിന്റെ സമാപ്തി വരെ എത്താൻ വേണ്ടിയിട്ട് വിഘ്നമുണ്ടെങ്കിൽ സമാപിക്കത്തില്ല. അപ്പോൾ നിർവിഘ്നമായിക്കൊണ്ട് സമാപിക്കാൻ എന്ത് വേണം? മംഗളാചരണം നടത്തണം എന്നൊരു ശ്രുതിയുണ്ട് എന്നുള്ളൊരു മാന്യതയ്ക്ക്. ഇനി അടുത്ത ശ്ലോകം വരികയാണ്. ഇതാണ് ഗുരുക്കന്മാരുടെ പരമ്പരാ ഗുരുക്കന്മാരെ നമിക്കാൻ പോവുകയാണ്. കാമാക്ഷി ദഗ്ധ പ്രചുര സുരനുത പ്രാജ്യ ഭോജ്യാധി പൂജ്യ ശ്രീ ഗൗരി നായകാഭിപ്രകടന ശിവരാമാര്യലബ്ധാത്മബോധേ ശ്രീമദ് ഗോപാലഗീർഭിഃ പ്രകടിത പരമാദ്വൈത ഭാസാസ്മിതാ.
വാസസ്മിതാസ്യ ശ്രീ ഗോവിന്ദവാണി ചരണകമലഗോ നിർവൃതോഹം യഥാളിഹി. കാമാക്ഷി ദേവി, കാമാക്ഷി ദേവിയാൽ ദത്തമാണ്, നൽകപ്പെട്ടതാണ് എന്ത്? ദുഗ്ധം. അതും എങ്ങനെ? പ്രാജ്യ പ്രചുര പ്രാജ്യഭോജ്യം. പ്രചുരമായിരിക്കുന്ന പ്രകർഷണ ആജ്യം പ്രാജ്യം. ആജ്യം എന്ന് പറഞ്ഞാൽ ഘൃതം നടത്തും. നന്നായിട്ട് ഘൃതയുക്തമായിരിക്കുന്ന ഭോജ്യം. അതെന്താണത്? ദുഗ്ധം. ശ്രീ എന്താണ്? കാമാക്ഷി ദത്ത ദുഗ്ധ പ്രചുര പ്രാജ്യ ഭോജ്യം. അങ്ങനെ തന്നെ വെച്ചു. കാമാക്ഷിയാൽ ദത്തമായിരിക്കുന്ന, കാമാക്ഷിയാൽ നൽകപ്പെട്ടിരിക്കുന്ന ദുഗ്ധയുക്തവും അതേപോലെ പ്രചുരമായിരിക്കുന്ന ആജ്യയുക്തവുമായിരിക്കുന്ന വസ്തു എന്ന് പറഞ്ഞാൽ പായസം നടത്താം. നന്നായിട്ട് നെയ്യും പാലും ഒക്കെ ചേർന്നിരിക്കുന്ന പ്രസാദം. അതിനെ തന്നെ സുരനുത, സുരന്മാരാൽ ദേവന്മാരാൽ നുതസ്തുതൗ സ്തുതിക്കപ്പെട്ടിരിക്കുന്നതാണത്. ഏത്? പായസം. അത് കിട്ടിയത് കൊണ്ട് എന്ത് പറ്റി? അതിപൂജ്യനായി പരമഗുരു, പരമേഷ്ഠി ഗുരു, പരമഗുരു അല്ല പരമേഷ്ഠി ഗുരു, അദ്ദേഹത്തിന്റെ പേരാണ് ഇനി പറയുന്നത് ശിവരാമ ആര്യ. ശിവരാമ ആര്യ എന്ന് പറഞ്ഞ മുനി, ശിവരാമ സരസ്വതി എന്നർത്ഥം. ഇനി ആ ശിവരാമ സരസ്വതിക്കുള്ള വിശേഷണമാണ് പറയുന്നത് ശ്രീ ഗൗരി നായക അഭിത് പ്രകടന. അഭിത് എന്ന് പറഞ്ഞാൽ അഭേദം. ആരുമായിട്ടുള്ള അഭേദം? ശ്രീനായകനും ഗൗരി നായകനും. നായക ശബ്ദം രണ്ടുമായിട്ട് നീക്കി. ശ്രീ ഗൗരി നായക എന്നല്ലേ? ശ്രീനായകൻ ആരാര? വിഷ്ണു. ശ്രീലക്ഷ്മി, ലക്ഷ്മി നായകൻ വിഷ്ണു, ഗൗരി നായകൻ ശിവൻ. രണ്ടുപേരുമായിട്ടുള്ള അഭേദ പ്രകടനം എപ്പോഴാ വരിക? ബ്രഹ്മാത്മ ഐക്യം ബുദ്ധി സിദ്ധിച്ചെങ്കിൽ മാത്രം. അതായത് സൃഷ്ടി സ്ഥിതി പ്രളയത്തിനനുസരിച്ച് ഒരേ പരമാത്മാവിനെ തന്നെ നമ്മൾ ശിവ, വിഷ്ണു, ബ്രഹ്മ എന്ന് വേർതിരിക്കുന്നെങ്കിലും ഏകനായിരിക്കുന്ന സ്വരൂപമാണ്. ആ ഏകസ്വരൂപനായിരിക്കുന്ന ബ്രഹ്മവുമായിട്ട് അഭേദം അറിഞ്ഞു കഴിഞ്ഞാൽ ശിവനുമായിട്ട് അഭേദം ഉണ്ടാവും, വിഷ്ണുവായിട്ട് അഭേദം ഉണ്ടാവും. ആർത്ഥത്തിലാണ്. ഇങ്ങനെ ഇരിക്കുന്ന ശിവരാമാര്യ, ശിവരാമ ആര്യ എന്നുള്ളത് ശിവരാമ ഗുരു, ശിവരാമ സരസ്വതി, ഇങ്ങനെയാണ് പരമേഷ്ഠി ഗുരു. ഈ ഗുരുവിൽ നിന്ന് ലബ്ധ ആത്മബോധോ യൈഹി, ഈ ശിവരാമ ഗുരുവിനാൽ കിട്ടിയ നൽകപ്പെട്ട ആത്മബോധം ആർക്കാണോ ആ ശിഷ്യനാണ് ആര്? ശ്രീ ഗോപാലഗീ. ഗീ എന്ന് പറഞ്ഞ വാണി എന്നർത്ഥം. അപ്പം ഗോപാലവാണി എന്ന് പറഞ്ഞ ഗോപാല സരസ്വതി എന്നർത്ഥം. അപ്പോൾ ഇദ്ദേഹമാണ് പരമഗുരു. ശിവരാമാര്യ, ശിവരാമ സരസ്വതി പരമേഷ്ഠി ഗുരുവാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഗോപാല സരസ്വതി. ഈ ഗ്രന്ഥകർത്താവിനെ സംബന്ധിച്ച് പരമഗുരുവാണ്. ആ ഗോപാല സരസ്വതിയാൽ ഇതെല്ലാം ഗുരുസ്ഥാനത്തിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഏകവചന പ്രയോഗം നടത്തുന്നില്ല, എല്ലാം ബഹുവചന പ്രയോഗമാണ്. ഗോപാലഗീതി, ഗോപാലഗീക്കളാൽ, അപ്പൊ ഗോപാല സരസ്വതിയാൽ എന്നർത്ഥം, അല്ലെങ്കിൽ ഗോപാല സരസ്വതികളാൽ എന്നർത്ഥം പറയും. ഇങ്ങനെ എന്ത് ചെയ്തു? പ്രകടിത പരമ അദ്വൈത ആഭാസ. അങ്ങേരുടെ ശിഷ്യനായിരിക്കുന്ന ഗോവിന്ദ സരസ്വതിക്കായിട്ട് അദ്വൈത ബോധത്തെ നൽകി. അപ്പോൾ അദ്വൈത ബോധം അവിടെ, അദ്വൈതം എന്നുള്ളത് പ്രകടിതമായി. പ്രകടിത പരമ അദ്വൈതം, പരമായിരിക്കുന്ന അദ്വൈതം പ്രകടിതമായപ്പോൾ അദ്വൈതത്തിന് എങ്ങനെ? അദ്വൈത ഭാഷ, അദ്വൈത പ്രകാശത്താൽ, പ്രകടിതമായിരിക്കുന്ന പരമാത്മ അദ്വൈത പ്രകാശത്താൽ സ്മിത ആസ്യ, സ്മിതം ആസ്യം യസ്യ സ സ്മിതാസ്യ, സ്മിതമായിരിക്കുന്ന മുഖത്തോടു കൂടിയിരിക്കുന്ന ആര്? ശ്രീ ഗോവിന്ദവാണി. വാണി എന്ന് പറഞ്ഞ സരസ്വതി, ഗോവിന്ദ സരസ്വതി. ഈ ഗോവിന്ദ സരസ്വതിയാണ് ശരിക്ക് ഗുരു ആയിട്ടിരിക്കുന്നത്, സ്വന്തം ഗുരു. ഇങ്ങനല്ല, ഇങ്ങരുടെ നോക്ക്, നിങ്ങളുടെ ടീക്ക എഴുതിയ സമയത്ത് നമ്മൾ പറഞ്ഞത് ഗോവിന്ദ സരസ്വതിയുടെ എന്നാ. ശരിക്കും ഈ ഗോവിന്ദ സരസ്വതി രാമാനന്ദ സരസ്വതിയുടെ ഗുരുസ്ഥാനനാണ്.
ഇങ്ങനെ ഇരിക്കുന്ന ഗോവിന്ദ വാണി ചരണ ഉണ്ടല്ലോ, ചരണകമലം. ചരണകമലം ഗച്ഛതീതി ചരണകമലഗഹ. ചരണകമലത്തെ പ്രാപിച്ചിരിക്കുന്ന ആര്? ഞാൻ. ഏതുപോലെ? യഥ അളി. അളി എന്നുള്ള ശോഭ എന്നും ഭ്രമരവും നടത്തുന്നുണ്ട്. അപ്പൊ ഭ്രമരം സ്വരൂപൻ യഥാ യഥാ അളി കമലകോ. എപ്രകാരം ഭ്രമരം താമരയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള മധു ഉണ്ണുന്നുവോ, ഇതേപോലെ ഞാൻ ഈ ഗുരുക്കന്മാരുടെ പരമ്പരയിലൂടെ വന്നിരിക്കുകയല്ലേ. ठीक സ്വന്തം ഗുരുവിന്റെ ചരണകമലത്തെ പ്രാപിച്ചിട്ട് നിർവൃതോഹം ആനന്ദിതോഹം എന്ന് പറയാൻ മുക്തോഹം എന്ന് മനസ്സിലായിക്കൊള്ളുക. ആ ചരണത്തെ പ്രാപിച്ചിട്ട് മുക്തനാണെന്ന് പറഞ്ഞാല് ചരണത്തിൽ പ്രത്യേകിച്ച് എന്തുണ്ട്? ചിലരെ ഗുരുക്കന്മാരുടെ ചരണം വെച്ചിട്ട് പാദപൂജ തുടങ്ങും. 2000 ഋഷികേശിലെത്തിയ സമയത്ത് ഹരിഹര കൈലാസത്തിൽ നിൽക്കുന്നതാണ്. അപ്പൊ അവിടെ ഹാളിലാണ് നമ്മളെല്ലാവരും കിടന്നുറങ്ങുന്നത്. രാവിലെ കുളിച്ചു വന്നപ്പോൾ ഒരാളുണ്ട്, ഒരു ബുക്കിന്റെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് തുണി കൊണ്ട്, നന്നായിട്ട് നല്ല പട്ടുകൊണ്ട് കവർ ചെയ്ത് വെച്ച തുണി. അത് അഴിച്ചു മാറ്റി വിളക്ക് കത്തിച്ചു. ആ ബുക്കിന് അങ്ങേര് ആരതി കൊടുക്കാൻ തുടങ്ങി. ठीक മണിയൊക്കെ അടിച്ച് ആരതി കൊടുത്തു. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇതിന്റെ വായന ഉണ്ടാവും, ഇവിടെ ഇങ്ങനെയായിരിക്കും രീതി അല്ലേ. അപ്പൊ അങ്ങേര് ഈ വിളക്കും മണിയൊക്കെ എടുത്ത് മാറ്റി വെച്ചു. പുസ്തകത്തെ അതേപടി പട്ടിൽ പൊതിഞ്ഞു, സൈഡിൽ വെച്ചു, കക്ഷി കിടന്നുറങ്ങി. അതിലെന്താണെന്നുള്ളതിന് അങ്ങേർക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല, അങ്ങേർക്ക് പറയേണ്ട ആവശ്യമേ ഇല്ല. കാരണം പൂജ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഗുരു, എന്ത് കിട്ടിയാലും പൂജ ചെയ്യും ഞങ്ങൾ. അങ്ങനെ പുസ്തകമെങ്കിൽ പുസ്തകം, ആ പുസ്തകത്തിനെ പൂജിച്ചു കഴിഞ്ഞാൽ പുസ്തകത്തിന്റെ അനുഗ്രഹം ഉണ്ടാവൂലേ, ബ്രഹ്മബോധം ഉണ്ടായിക്കൊള്ളൂലേ. പഠിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഗുരു പറഞ്ഞ മാർഗത്തിലൂടെ ചരിച്ചാൽ പോരെ. ഇങ്ങനെയുണ്ട് മാർഗങ്ങൾ കേട്ടോ. സംഭവം കണ്ടു നിന്നതിന്റെ പേരിൽ പറയാം, ഇതൊക്കെ ഈശ്വരനായിട്ട് തരുന്ന അനുഗ്രഹമാണ്. ഇങ്ങനെയൊക്കെ ലോകത്ത് പല വഴികൾ ഉണ്ട് എന്നുള്ളത്. ഇനി നമ്മൾക്ക് 4 കഴിഞ്ഞു. 5ാമത്തെ ശ്ലോകം. ശ്രീശങ്കരം ഭാഷ്യകൃതം പ്രണമ്യ വ്യാസം ഹരിം സൂത്രകൃതം ച വച്മി ശ്രീഭാഷ്യതീർത്ഥേ പരമഹംസതുസ്തേ വാഗ്ജാലബന്ധ ചിദമഭ്യുപായം. ശ്രീശങ്കരം ഭാഷ്യകൃതം പ്രണമ്യ, ഭാഷ്യകാരനായിരിക്കുന്ന ശങ്കരനെ പ്രണമിച്ചിട്ട്, സൂത്രകൃതം വ്യാസം ഹരിഞ്ച പ്രണമ്യ എന്ന് കൂടി ചേർത്തുകൂടുക. ഈ സൂത്രം ബ്രഹ്മസൂത്ര കർത്താവായിരിക്കുന്ന ഹരിയായിരിക്കുന്ന വ്യാസനെയും പ്രണമിച്ചിട്ട്. ഇപ്പൊ വ്യാസം എന്നുള്ള ശബ്ദം വന്നേ. വ്യാസനാണ് സൂത്രകാരൻ എന്നുള്ളത് ആർക്കും സമ്മതമായിരുന്നു? രാമാനന്ദ സരസ്വതിക്കും സമ്മതമായിരുന്നു. എന്നിട്ട് ഞാൻ ചില കാര്യങ്ങൾ വച്മി, അഹം വച്മി, ശ്രീ ഭാഷ്യരൂപ തീർത്ഥത്തിലെ പരമഹംസ തുഷ്ടി, പരമഹംസ അതായത് ഇതാരാണോ അധ്യയനം നടത്തുന്ന മുഖ്യമായിട്ട് സന്യാസികളായതുകൊണ്ട് പരമഹംസന്മാരുടെ തുഷ്ടി ആനന്ദത്തിനായിട്ട് വാക്ജാലബന്ധം, വാക്കരൂപ ജാലം ഉണ്ട് ഇവിടെ, വാക്ജാലം അത് ബന്ധിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ചിലപ്പോൾ ബന്ധിക്കും. അതിനെ നശിപ്പിക്കുന്ന അഭ്യുപായം വച്മി, ചില ഉപായങ്ങളെ ഞാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ ഞാനതിനെ വിശദീകരിക്കുന്നു അർത്ഥം. വിസ്തൃത ഗ്രന്ഥ വീക്ഷായാമാലസം യസ്യ മാനസം വ്യാഖ്യ തഥർത്ഥമാരബ്ധ ഭാഷ്യരത്ന പ്രഭാവിധ. 6ാമത്തെ മംഗളശ്ലോകം. വിസ്തൃത ഗ്രന്ഥ വീക്ഷായ, വിസ്തൃത ഗ്രന്ഥ ജ്ഞാനത്തില് അധ്യയനത്തില് യസ്യ മാനസം ആലസം, ആരാണോ അലസനായിരിക്കുന്നത് എന്ന് പറഞ്ഞാല് വലിയ ഗ്രന്ഥം കിട്ടിക്കഴിഞ്ഞാൽ ചിലർക്ക് അധ്യയനം നടത്താൻ പറ്റത്തില്ല. കാരണം ഇതിന്റെയൊക്കെ വ്യാഖ്യാനം വേറെയും വരുന്നുണ്ട്. പഞ്ചപാദികാദി ഗ്രന്ഥങ്ങൾ വേറെ കിടക്കുന്നുണ്ട്. അതായത് ബ്രഹ്മസൂത്രത്തിലെ 4 സൂത്രങ്ങളുടെ വ്യാഖ്യാനമാണ് പഞ്ചപാദിക. പഞ്ച എന്നുള്ളതിന് 5 എന്നർത്ഥമല്ല, വിസ്തൃത എന്നർത്ഥമുണ്ട്. വിസ്തൃതമായിരിക്കുന്ന വ്യാഖ്യായതുകൊണ്ട് അതിനെ പഞ്ചപാദിക വ്യാഖ്യാനം എന്ന് പറയും. അതായത് 1 മുതൽ 4 വരെയുള്ള സൂത്രങ്ങളൊക്കെ ഉള്ളൂ അവിടെ. ആ പഞ്ചപാദികയുടെ കർത്താവാരാ? പത്മപാദര്. ആ പത്മപാദരുടെ പഞ്ചപാദികയ്ക്കുള്ള ടീക്കയാണ് വിവരണം. പ്രകാശാത്മീയതയുടെ വിവരണം എന്നുള്ളത് ആ പഞ്ചപാദികയുടെ വ്യാഖ്യാനമാണ്. പിന്നെ ഈ വിവരണം എന്നുള്ളത് പ്രസ്ഥാനം, വേറെ തന്നെ പ്രസ്ഥാനമായിട്ടോടി സ്കൂൾ ഓഫ് വിവരണ എന്നും പറഞ്ഞിട്ട് മാറിപ്പോയത്. നിങ്ങൾ ഇനി മുന്നോട്ട് ശാസ്ത്രം പഠിക്കുന്ന നേരം വിവരണ പ്രസ്ഥാനത്തിനനുസരിച്ച്, വാർത്തകാരനനുസരിച്ച്
ഭാമതി പ്രസ്ഥാനമായിരിക്കുന്ന വാചസ്പതിയുടെ മതത്തിനനുസരിച്ച് എന്നൊക്കെ നിങ്ങൾ ഇനി മുന്നോട്ട് കാണും. അതായത് സൂത്രത്തിനും ശാങ്കര ഭാഷ്യത്തിനും അടിസ്ഥാനമാക്കിയിട്ടാണെങ്കിൽ പോലും മറ്റാചാര്യന്മാര് ചില വ്യത്യസ്തമായിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വന്തം മതം സ്ഥാപിക്കുന്നുണ്ട്. നിങ്ങൾ അദ്വൈത സിദ്ധി എത്തിക്കഴിഞ്ഞാല് ഈ പല മാർഗങ്ങളെയും ഏകീകരിപ്പിച്ചിട്ട് അഭിപ്രായം പറയും. അല്ലാതെ മൂന്നിനും മൂന്ന് വീക്ഷണമൊന്നുമില്ല. മൂന്ന് രീതിയിലൂടെ നോക്കിക്കാണാം ഒരേ കാര്യത്തെ എന്ന് മാത്രമേ ഉള്ളൂ. ആ വീക്ഷണം എന്ന് പറഞ്ഞാൽ നോക്കിക്കാണാം, പക്ഷെ എത്തിച്ചേരുന്ന സ്ഥലത്തുള്ള വീക്ഷണത്തിന് വ്യത്യാസമില്ല. ഏകനായിരിക്കുന്ന ബ്രഹ്മബോധത്തിന് പല രീതികളുണ്ട്. യയാ ഭവേത് പുംസാം വ്യുത്പത്തി ജ്ഞാനം പ്രത്യേകാത്മനി സാ സൈവ പ്രക്രിയാജ്ഞേയ സാധ്വി സാചാനവസ്ഥിത എന്ന് പറയും. അതായത് രുചിക്കനുസരിച്ച്, ശിഷ്യന്മാരുടെ രുചിക്കനുസരിച്ച് വേദവും ആചാര്യന്മാരും അനേക മാർഗത്തെ വെച്ചിട്ടുണ്ട് അദ്വൈത ആത്മബോധത്തിനായിട്ട്. അതെല്ലാം തന്നെ ശരിയാണ്, അനേക മാർഗങ്ങൾ ഉണ്ട് താനും. അപ്പോൾ വിസ്തൃതമായിരിക്കുന്ന പഞ്ചപാതികാദികളിൽ പ്രവേശിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വ്യാഖ്യാതദർത്ഥമാരബ്ധ, ഞാൻ അവയുടെയൊക്കെ അർത്ഥം ഉള്ള വ്യാഖ്യാനം പറയാണ് രത്നപ്രഭ. അതുകൊണ്ട് തന്നെ ഒരു അഭിപ്രായമുണ്ട്, ഈ രത്നപ്രഭ എന്നുള്ളത് വിവരണ പ്രസ്ഥാനത്തെ അനുകൂലിച്ചും കൊണ്ടുള്ളതാകുന്നു. ചില കാര്യങ്ങളില് നമ്മള് ഇന്നലത്തെ ഒരു ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, ഇതില് ഈശാവാസ്യം എടുത്ത സമയത്തും പറഞ്ഞിട്ടുണ്ട്. അവിടെ വിവിധിഷന്തി എന്നുള്ള സ്ഥലത്ത് നമ്മൾ രണ്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. വാചസ്പതിയുടേതും അതേപോലെ വാർത്തികത്തിൻ്റെതുമായിട്ട്. അങ്ങനെ പല സ്ഥലത്തും അഭിപ്രായ ഭേദം ഉണ്ടാവാം. ചില സ്ഥലത്തൊക്കെ ഭാമതികാരൻ സ്വന്തം മതം തന്നെ, അതുകൊണ്ടാണിത് ഭാഷയുമായിട്ട് നേരിട്ട് ബന്ധമില്ല എന്നുള്ളതിനാൽ നമ്മൾ തുടക്കത്തിൽ ഭാമതി എടുക്കാത്തത്. രത്നപ്രഭ പഠിച്ച് ശീലിച്ച ആൾക്കാർക്ക് മാത്രമേ ഭാമതി പഠിച്ചാൽ മനസ്സിലാകത്തുള്ളൂ. പിന്നെ കാരണം അത് പ്രത്യേക മതം കൊണ്ടു. അപ്പോൾ വ്യാഖ്യാന തദർത്ഥം ആരബ്ധ, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വ്യാഖ്യാനം തുടങ്ങുകയാണ്. ഇതിന്റെ പേരെന്താ? അഭിധ എന്ന് പറഞ്ഞ നാമം, ഭാഷ്യപ്രഭ ഭാഷ്യ രത്നപ്രഭ എന്ന നാമത്തോടുകൂടി ഇരിക്കുന്ന ടീക്കയുടെ വ്യാഖ്യാനം തുടങ്ങുന്നു. അടുത്ത പേജിലാണ് ഇനി മംഗളശ്ലോകം ബാക്കിയുള്ളത്. ശ്രീമച്ചാരീരകം ഭാഷ്യം പ്രാപ്യ വാക്ശുദ്ധിമാപ്നുയാത് ഇത് ശ്രമോ മേ സഫലോ ഗംഗാമൃത്യോദകം യഥാ. അവസാന ഭാഗം ആദ്യം നോക്കിക്കോ. യഥാ എപ്രകാരം, രഥ്യ എന്ന് പറഞ്ഞ മാർഗം എന്നർത്ഥം. മാർഗത്തിലിരിക്കുന്ന ഉദകം, രഥ്യോദകം, വഴിയിലെ ജലം എപ്രകാരം ഗംഗാം പ്രാപ്യ സഫലോ ഭവതി, എപ്രകാരം ഗംഗയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ സഫലമായി പോകുന്നുവോ എന്ന് പറഞ്ഞർത്ഥം ശുദ്ധിമാപ്നുയാൽ, ശുദ്ധിയെ പ്രാപിക്കുന്നതിനാൽ. ഇതേപോലെ വാക്ക്, എന്റെ വാക്ക് എന്ന് മനസ്സിലാക്കിക്കോളെ. മേ വാക്ക്, എന്റെ വാക്ക് ശുദ്ധിമാപ്നുയാത്, ശുദ്ധിയെ പ്രാപിക്കട്ടെ. എങ്ങനെ? ശ്രീമത് ശാരീരകം ഭാഷ്യം പ്രാപ്യ. ഈ ശാരീരകം, ശരീര സംബന്ധിയായിരിക്കുന്ന വസ്തുവിനെയാണ് ശാരീരകം എന്ന് പറയുന്നത്. ശരീരേ ഭവം ശാരീരകം. ശാരീരകനാരാ? ആത്മാവാണ്. അപ്പോൾ ആത്മാവിനെ കുറിച്ച് പറയുന്ന ഭാഷ്യത്തെ നമ്മൾ ശാരീരകം ഭാഷ്യം എന്ന് പറയും. ഈ ആത്മപ്രതിപാദകമായിരിക്കുന്ന ശങ്കരാചാര്യരുടെ ഭാഷ്യത്തെ പ്രാപിച്ചിട്ട് എന്റെ വാക്കും ശുദ്ധിയെ പ്രാപിക്കട്ടെ. ഇത് മേ ശ്രമോ, ഇതാണ് എന്റെ ശ്രമം. 7 കഴിഞ്ഞു. 8ാമത്തെ മംഗളശ്ലോകം. യദജ്ഞാന സംഭൂതിമിന്ദ്രജാലമിദം ജഗത്, യദജ്ഞാന സംഭൂതമിന്ദ്രജാലമിദം ജഗത് സത്യജ്ഞാന സുഖാനന്ദം തദഹം ബ്രഹ്മനിർഭയം. യസ്യ അജ്ഞാനം യദജ്ഞാനം, ഏതിന്റെ അജ്ഞാനം. ഇവിടെ ഏതിന്റെ എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താ? ബ്രഹ്മവിഷയം എന്ന് വേണ്ട, ബ്രഹ്മ എന്ന് മതി. ഏതിന്റെ? ബ്രഹ്മത്തിന്റെ അജ്ഞാനം. അജ്ഞാനമാണ് ബ്രഹ്മവിഷയമായി മാറുന്നത്. ബ്രഹ്മ വിഷയമായിരിക്കുന്നത് യാതൊരു അജ്ഞാനത്തിൻ്റെതാണോ, അജ്ഞാനത്തെ എന്ത് പറയും? ബ്രഹ്മവിഷയകം. ബ്രഹ്മ ആശ്രയമായിരിക്കുന്ന അതേ അജ്ഞാനത്തെ എന്ത് പറയാം? ബ്രഹ്മാശ്രയം അഥവാ ബ്രഹ്മാശ്രയകം. അപ്പോൾ ജ്ഞാനത്തിന് എപ്രകാരം വിഷയമുണ്ടോ ഇതേപോലെ അജ്ഞാനത്തിനും വിഷയമുണ്ട്. ജ്ഞാനത്തിന് ആശ്രയമുള്ളതുപോലെ അജ്ഞാനത്തിനും ആശ്രയമുണ്ട്. ഇവിടെ വാചസ്പതിയും വിവരണാദികളും തമ്മിൽ മതഭേദമുണ്ട്. അജ്ഞാനത്തിന്റെ ആശ്രയം ജീവനാണെന്നും വിഷയം ബ്രഹ്മമാണെന്നുമാണ് വാചസ്പതി അഭിപ്രായം. ഇതൊക്കെ നിങ്ങൾ ഭാമതിയിൽ കാണും.
പക്ഷേ മുഖ്യ സിദ്ധാന്തത്തിൽ വിവരണാനുസാരം ആശ്രയവും വിഷയവും ഒരേ ബ്രഹ്മം തന്നെയായിരിക്കും. ഈ പ്രക്രിയയാണ് നമ്മൾ മുഖ്യമായിട്ട് കാണുക. ഇതിനെ ആശ്രയിക്കുന്ന എല്ലാവരും. അപ്പോൾ വിവരണത്തെ ആശ്രയിക്കുന്നത് കൊണ്ട് ടീക്കാകാരനും യഥജ്ഞാനം എന്ന് പറയുന്ന സ്ഥിതിക്ക് നമ്മൾ എന്തെടുക്കണം? ബ്രഹ്മവിഷയക ബ്രഹ്മാശ്രയക അജ്ഞാനം എന്നെടുത്തോളണം. യത്പദം കൊണ്ട് എത്രയും അർത്ഥമുണ്ട്. ഏത് അജ്ഞാനം, യഥജ്ഞാനം എന്ന് ഉദ്ദേശിച്ചത് ഏത് വിഷയക ഏത് ആശ്രയക എന്നാണ്. രണ്ടുത്തരം വ്യാഖ്യാനം പറയണം. ബ്രഹ്മാശ്രയക ബ്രഹ്മവിഷയക അജ്ഞാനം, യഥജ്ഞാനം. ആ അജ്ഞാനത്താൽ സംഭൂതമായിരിക്കുകയാണ്, ഉത്പന്നമായിരിക്കുകയാണ് എന്ത്? ജഗത്ത് സംഭൂതം. ഏതുപോലെയാ? ഇന്ദ്രജാലം പോലെ. സംഭൂതം ഇന്ദ്രജാലം, മായികമായിരിക്കുന്ന ഈ ജഗത്ത്. ഇനി ആ യത്പദമായിട്ട് മുന്നോട്ട് അന്വയിക്കണം. തത് സത്യജ്ഞാന സുഖം സുഖാനന്ദം ബ്രഹ്മ നിർഭയം അഹം. അത് ആരാണ് ശരിക്ക്? തദഹം, അത് ഞാനാകുന്നു. നിന്റെ സ്വരൂപം എന്താ? സത്യസ്വരൂപം, ജ്ഞാനസ്വരൂപം, സുഖസ്വരൂപം, അനന്തസ്വരൂപം. അതായത് ശ്രുതിയിൽ സത്യജ്ഞാനം അനന്തം ബ്രഹ്മാണ്. പിന്നെ എവിടെയാണ്? വേറൊരു ശ്രുതിയിൽ നിങ്ങൾ കാണത്തുള്ളൂ ആനന്ദം ബ്രഹ്മ. രണ്ടു ശ്രുതിയാണ്. ഇത് ശ്രുതികൾ ഒന്നിപ്പിച്ച് പറഞ്ഞതാണ്. സത്യജ്ഞാന സുഖാനന്ദം, സത്യസ്വരൂപം, ജ്ഞാനസ്വരൂപം, സുഖസ്വരൂപം, അനന്താത്മകമായിരിക്കുന്ന ആ ബ്രഹ്മ ആരാണ്? ഞാനാകുന്നു. ഞാൻ ബ്രഹ്മമായ സ്ഥിതിക്ക് എന്നിൽ എന്തുണ്ടാവും? ഒന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഞാൻ ആരായി? നിർഭയം. കാരണം ദ്വിതീയാത് വൈ ഭയം ഭവതി. രണ്ടാമത്തെ വസ്തു ഉണ്ടെങ്കിൽ മാത്രമേ ഭയം സംഭവിക്കത്തുള്ളൂ. രണ്ടാമതൊരു വസ്തുവിലെ ആദ്യ വസ്തുവാണ് മായ. അതുപോലും എന്നിൽ കൽപ്പിതമാണെന്നിരിക്കെ അവയ്ക്ക് അസ്തിത്വമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിർഭയനായിരിക്കുന്ന ബ്രഹ്മസ്വരൂപമാണ്. ഇങ്ങനെ നിങ്ങളുടെ മംഗളാചരണം മൊത്തം കഴിഞ്ഞു. ഇനി നമ്മൾ പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. ഇഹക്കലു സ്വാധ്യായോ അധ്യേതവ്യ ഇതി നിത്യ അധ്യയന വിധിന അധീത സാംഗസ്വാധ്യായേ തദ് വിജിജ്ഞാസസ്വ സ്വ അന്വേഷ്ടവ്യ സ വിജിജ്ഞാസിതവ്യ ആത്മാവാര്യ ദ്രഷ്ടവ്യ ശ്രോതവ്യ ഇതി ശ്രവണ വിധിരുപലഭ്യതേ. ഇവിടെ ഇപ്പോൾ ശ്രവണത്തിലുള്ള വിധി ഗ്രഹിക്കപ്പെടുന്നുണ്ട്. നിങ്ങളുടെ മറ്റു ഉപനിഷത്തിന്റെ ശൈലിയൊന്നല്ല. ഇവിടെ പ്രക്രിയ ഖണ്ഡമാണ്. എന്ന് പറഞ്ഞാൽ ശ്രവണത്തിൽ വിധിയുണ്ടോ? ശ്രവണം എന്തിനാണ്? വിധിയുണ്ടെങ്കിൽ ഏത് വിധി? വിധിരത്യന്തം അപ്രാപ്തോ നിയമപാക്ഷികേശ സതി തത്ര ചാന്യത്ര ച പ്രാപ്തോ പരിസംഖ്യേതിഗീയത്തെ. ഇങ്ങനെ കേൾക്കുന്ന വാക്യങ്ങളൊക്കെ നിങ്ങൾ വേറെ തന്നെ എഴുതി വെച്ച് പഠിച്ചില്ലെങ്കിൽ എല്ലാ കാലത്തും ഇങ്ങനെ ഇരിക്കാമെന്നല്ലാതെ പ്രത്യുത്തരം ഉണ്ടാവത്തില്ല. കുറെ കാര്യങ്ങൾ എഴുതി വെച്ച് പഠിക്കണം. വിധി, വിധി എന്നുള്ള സ്ഥലത്ത് വിധി ശബ്ദത്തിന് എന്താ അർത്ഥം? അപൂർവ വിധി എന്നാണ് ഉദ്ദേശിച്ചത്. അത്യന്തം അപ്രാപ്തോ അപൂർവ വിധി. നിയമ പാക്ഷികേ സതി. ഒരു പക്ഷം വന്നു കയറിയാൽ മറ്റൊരു പക്ഷം നഷ്ടപ്പെട്ടു പോകുമെങ്കിൽ ആ നഷ്ടപ്പെടാറ്റ് പോകാൻ സാധ്യതയുള്ള പക്ഷത്തെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള വിധിയാണ് നിയമവിധി. പരിസംഖ്യാവിധി എന്നുള്ളത് നിഷേധം ചെയ്യാനായിട്ട് വരുന്ന വിധിയാണ് പരിസംഖ്യാവിധി. ഇപ്രകാരം വിധിയിൽ തന്നെ 3 ഭാഗമുണ്ട്. നിങ്ങൾക്ക് മറ്റ് പ്രക്രിയാ ഗ്രന്ഥങ്ങളില് ഈ വിധിയുടെ കാര്യത്തിൽ, അതായത് ശ്രവണത്തിൽ വിധി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകടാർത്ഥകാരനായിരിക്കുന്ന ആനന്ദസ്വരൂപാചാര്യ മതാനുസാരം എന്തുണ്ടാവും? അപൂർവ വിധി തന്നെയുണ്ട്. വിവരണാദി മതത്തിനനുസരിച്ച് നിയമവിധിയുണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് അന്യ ഗ്രന്ഥങ്ങളിൽ കാണാം. നമ്മുടെ 2 ദിവസം മുന്നേ അദ്വൈതസിദ്ധിയിലും പറഞ്ഞതാണ് കേട്ടോ. സമാന കാര്യങ്ങള് ടെക്സ്റ്റിൽ ഇഷ്ടംപോലെ സ്ഥലത്ത് വരും. ഇവിടെ എന്താണ്? അതായത് സ്വാധ്യായോ അധ്യേതവ്യ എന്നുള്ളതാണ് വേദത്തെ പഠിക്കാനായിട്ട് ഉള്ള വിധി. അതായത് ബാലകനെ ഗുരുകുലത്തിലേക്ക് അയക്കുകയാണ്. എന്തുകൊണ്ടാണ് ഗുരുകുലത്തിലേക്ക് അയക്കേണ്ടി വരുന്നത്? അധ്യയനത്തിനായിട്ട്. ഏതിന് അധ്യയനം നടത്തണം? വേദാധ്യയനം നടത്തണം. അവിടെ എന്തെങ്കിലും വിധിയുണ്ടോ? ഉണ്ട്. ആ വിധിയാണ് നമ്മൾ കാണുന്നത് സ്വാധ്യായോ അധ്യേതവ്യ. സ്വന്തം ശാഖ അധ്യയനത്തിനായിട്ട് അധ്യയനം ചെയ്യിക്കണം. അതായത് 12 വർഷം മുതൽ 24 വർഷം വരെയുള്ള കാലത്ത് അവന് ഗുരുകുലത്തിലുള്ള ബ്രഹ്മചര്യ കാലത്തിലുള്ള അധ്യയനം. ഈ അധ്യയന സമയത്ത് ആ ബാലകനെ ഉപകുർവാണൻ എന്നാണ് വിളിക്കുന്നത്. ഉപകുർവാണൻ ചെയ്യുന്ന
അതായത് ചില ശാഖകളിൽ അഗ്നിചയനം ഒക്കെ ഉണ്ടല്ലോ, അതായത് ശിരോവ്രതം എന്നൊക്കെ പറഞ്ഞ കളി, അല്ലെങ്കിലും അഗ്നിചയനം ഉണ്ട്. ഓക്കെ, ആ അഗ്നിചയനത്താലോ അധ്യയനത്താലോ മാണവകന് എന്ന് പറഞ്ഞ അവിടെയുള്ള ഉപകുർവാണന് പുണ്യം സമ്പാദിക്കാൻ പറ്റില്ല. അവന്റെ കർമ്മം പുണ്യസമ്പാദനത്തിനല്ല, അവന് അർത്ഥബോധവും വർണ്ണബോധവും പദബോധവും വാക്യബോധവും സിദ്ധിക്കത്തുള്ളൂ. ഇവൻ ഗൃഹസ്ഥനായി മാറുമ്പോൾ മാത്രമാണ് ഗൃഹസ്ഥാശ്രമത്തിൽ എന്ത് വരുന്നത്? വിധി അഗ്നിം ആദധീത, അഗ്നിയാധാനം നടത്താനായിട്ട് വിധിയുണ്ട്. ഇത് എപ്പോഴാണ്? കൃഷ്ണ കേശ, മുടി കറുത്തിരിക്കുന്ന സമയം തന്നെ, അതും കുഞ്ഞുണ്ടായി മുടി കറുത്തിരിക്കുന്ന സമയത്തെ അഗ്നിയാധാനം ചെയ്യാൻ വിധിയുണ്ട്. എന്നിട്ടോ ആ ഗൃഹസ്ഥാശ്രമ പരമ്പര, അതായത് 4 ആശ്രമം മാനിക്കുന്ന സമയത്ത് 50 വയസ്സ് വരെയുള്ള കാലമാണ് ഗൃഹസ്ഥാശ്രമം. അവിടെ നിന്ന് അങ്ങോട്ട് മാറും വാനപ്രസ്ഥൻ 75 വരെ. അതിനുശേഷം 75 കഴിഞ്ഞാൽ സന്യാസം. ഇതിനെയാണ് നമ്മൾ ഈ സന്യാസത്തെ നമ്മൾ ക്രമസന്യാസം എന്ന് പറയും. കലികാലത്തിൽ ക്രമസന്യാസം ചെയ്യാൻ പാടില്ല. അതെന്തുകൊണ്ടാ? ഈ സന്യാസത്തെ നിങ്ങൾക്ക് ജാപാല ശ്രുതി പോലെയുള്ള ബൃഹദാരണ്യകത പോലെയുള്ള സ്ഥലത്തൊക്കെ വിധിക്കുന്നുണ്ട്. പക്ഷേ ഈ നാരദ പുരാണത്തില് ഒരു വാക്യമുണ്ട്, അശ്വാലംബം ഗവാലംബം സന്യാസം ഫല പൈതൃകം ദേവരേണ സുതോത്പത്തി കലോ പഞ്ച വിവർജയത്. ഇങ്ങനെ കലികാലത്ത് 5 വിവർജിക്കണം എന്ന് പറഞ്ഞ സ്ഥലത്ത് സന്യാസവും വിവർജിക്കണം എന്നുണ്ട്. അങ്ങനെയാവുമ്പോൾ ചർച്ചയുണ്ട്. ശ്രുതിയില് സന്യാസ വിധാനം നടത്തിയിട്ടുണ്ട്, സ്മൃതിയില് നിഷേധിച്ചിട്ടുണ്ട്. ठीक है, ശ്രുതി സ്മൃതികൾ തമ്മിൽ വിരോധം വന്നാൽ ശ്രുതിക്കാണ് പ്രാധാന്യം, സ്മൃതിക്കല്ല. ഇനി ഈ രീതിയിലൊരു വിരോധം വന്ന സ്ഥിതിക്ക് എങ്ങനെ അന്വയിക്കുന്നു പറഞ്ഞാൽ, സ്മൃതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണ് എന്നുള്ളത് കൊണ്ട് നിഷേധം ആവശ്യമുണ്ട്, ശ്രുതി അതിനേക്കാൾ പ്രമാണമുള്ളതായതിനാൽ വിധി ആവശ്യമുണ്ട്. ആയതിനാൽ അന്തിമമായിട്ട് ഇങ്ങനെ അതിന് അർത്ഥം ചെയ്യും, ക്രമസന്യാസത്തെ നിഷേധിക്കുകയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അക്രമസന്യാസം എന്നുള്ള അതേതാ, എവിടെ അക്രമസന്യാസത്തിന് ശ്രുതി പ്രാമാണ്യം? യജുവാ ഇതരത ബ്രഹ്മചര്യ ദേവപ്രവർജയത് ഗൃഹാതുവാ വനാതുവാ എന്നുള്ള ജാപാല ശ്രുതിക്കനുസരിച്ച് വൈരാഗ്യപൂർവമായിരിക്കും സന്യാസം എന്ന് പറഞ്ഞാൽ അത് ഏത് ആശ്രമത്തിൽ നിന്നും എടുക്കാൻ പറ്റും സന്യാസം. അത് 75 വയസ്സ് വരെ നിന്നിട്ടുള്ള സന്യാസമല്ല. അത് ഏത് ആശ്രമിക്കും പറ്റും. അതുകൊണ്ട് തന്നെ ബ്രഹ്മചര്യ ആശ്രമത്തിൽ നിന്ന് സന്യസിക്കാം, ഗൃഹസ്ഥനായിട്ട് സന്യസിക്കാം, അല്ലെങ്കിൽ വാനപ്രസ്ഥനായാലും സന്യസിക്കാം. ഇതിനെ നമ്മൾ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ അതിനു മുന്നേ തന്നെ എങ്ങോട്ട് പോകണമെന്നുണ്ട്? സന്യാസം ചെയ്താൽ എന്താണ്? സന്യാസ ശ്രവണം കുര്യാത്. 9ാർത്ഥ വിവേകായ സന്യാസ സർവകർമ്മണാം. 9ാർത്ഥം എന്നുള്ള ജീവസ്വരൂപന്റെ നിരൂപണം എന്ന് പറഞ്ഞ കൂടസ്ഥനാണ് എന്ന് നിരൂപണം നടത്താനാണ് സന്യാസം വിധിച്ചിരിക്കുന്നത്. ശ്രുത്യാ വിധീയതേ യസ്മാത് തത്യാഗി പതിതോ ഭവേത്. ശ്രുതിയാൽ സന്യാസം വിധിച്ചത് 9ാർത്ഥ വിവേകത്തിനായിട്ടാണ്. ആരാണോ സന്യസിച്ചിട്ടും ഈ ഒരു കാര്യം ചെയ്യാത്തത്, 9ാർത്ഥ വിവേചനം നടത്താതെ അമ്പലവും പള്ളിയും ആശ്രമവും ഇതാണ് ഞങ്ങൾ നാട് നന്നാക്കാനാണെന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, മാനവസേവ മാധവസേവ, അവർ പതിക്കുക തന്നെ ചെയ്യുന്ന പറയുന്നത്. കാരണം സന്യാസിയെ സംബന്ധിച്ച് സന്യാസ ശ്രവണം കുര്യാതെന്ന് വിധിയുണ്ട്. അത് ചെയ്യാതെ മറ്റാശ്രമികൾ ചെയ്യുന്ന സാമാന്യ കർമ്മവും ചെയ്ത് നടന്നാൽ സന്യാസം എന്നുള്ള സ്ഥലത്ത് നിന്ന് അവൻ പതിച്ചു പോകും. കാരണം അവനെ പിന്നെ സന്യാസം എന്ന് പറഞ്ഞ കാര്യമില്ല. അദ്വൈത ബോധത്തിന് വേണ്ടിയാണ് സന്യസിക്കുന്നത്. അത് ഒഴിവാക്കിയിട്ട് മറ്റു മാർഗം ചെയ്തു കഴിഞ്ഞാൽ സന്യാസി എത്തിച്ചേരേണ്ട സ്ഥലത്ത് സന്യാസിക്ക് എത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ മാനവസേവ മാധവസേവ എന്നാരും പറയുന്നുണ്ടെങ്കിൽ അത് സന്യാസത്തോട് ചെയ്തിരിക്കുന്ന മഹാചതിയാണ്, ശാസ്ത്രം അറിയാത്തതിന്റെ പ്രശ്നമാണ്. ഇനി ആ പ്രസ്ഥാനത്തിൽപ്പെട്ട ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കാം. ഇഹ ഖലു, ഇവിടെ ഇപ്പോൾ സ്വാധ്യായോ അധ്യേതവ്യ ഇതി നിത്യ അധ്യയന വിധിന, നിത്യ അധ്യയന വിധി കാണുന്നുണ്ട്. അതായത് അധ്യയനം ഗുരുകുലത്തിൽ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാലും സ്വന്തം ശാഖ അധ്യയനം നിത്യമായിട്ടും അനുവർത്തിക്കണം. ഇതിനു വേണ്ടിയാണ് സ്വാധ്യായോ അധ്യേതവ്യ എന്ന് അധ്യയന വിധി തന്നെ വന്നിരിക്കുന്നത്. സ്വാധ്യായോ സ്വന്തം ശാഖ സ്വാധ്യായം നടത്താനായിട്ട് അധ്യേതവ്യ അധ്യയനം ചെയ്യണം. ഇത് നിത്യ അധ്യയന വിധീന. ഈ നിത്യ അധ്യയന വിധി കൊണ്ട് എന്ത് കിട്ടി? അധ്യയനം നടന്നു. ഏതിന്റെ അധ്യയനം? അംഗത്തോടുകൂടി വേദത്തിന്റെ അധ്യയനം. ഇങ്ങനെ വ്യാകരണം, ശിക്ഷ, കൽപ്പം, നിരുക്തം, ജ്യോതിഷം, ഛന്ദസ്, ഈ അംഗങ്ങളോടുകൂടി വേദത്തെ അധ്യയനം നടത്തിയത് ആരാണോ അവനായിട്ട്
അധീത സാംഗ സ്വാധ്യായി അങ്കേന സഹ വർത്തതീതി സാംഗം. അംഗത്തോടുകൂടി സ്വാധ്യായം അധീതമായവന്, സ്വന്തം ശാഖ എന്നുള്ള വേദത്തെ അംഗത്തോടുകൂടി അധ്യയനം ചെയ്തിരിക്കുന്നവനായിട്ട് ഇനി അടുത്ത കാര്യം പറയാണ്, വിധുരുപലഭ്യതേ. അതായത് ആരാണോ വേദാധ്യയനം നടത്തിയത്, ഈ വേദാധ്യയന സ്ഥലത്ത് സ്വന്തം ശാഖയിലൂടെ അവൻ വേദാന്തത്തിനെ കേൾക്കുന്നുണ്ടെങ്കിലും നിത്യശുദ്ധ ബുദ്ധമുക്തനായിരിക്കുന്ന ബ്രഹ്മത്തെ എങ്ങനെ മനസ്സിലാക്കിയാൽ അജ്ഞാനം നഷ്ടപ്പെടുമോ, താദൃശ ബുദ്ധി ആ ഗുരുകുലവാസ കാലത്ത് സംഭവിക്കുന്നില്ല. ഗുരു ഉച്ചരിച്ച് അതിന്റെ അനുച്ചാരണം നടത്തി അവിടെ കർമ്മവും കർമ്മസംബന്ധിയായിരിക്കുന്ന ദേവതകളുടെയും ജ്ഞാനമാണ് ഉത്പാദിപ്പിക്കുന്നത്, അല്ലാതെ അദ്വിതീയ ബ്രഹ്മബോധത്തിനുള്ളതല്ല. അതുകൊണ്ടാണ് അഥാതോ ധർമ്മജിജ്ഞാസ എന്നുള്ള സ്ഥലത്ത് കർമ്മകാണ്ഡ സംബന്ധിയായിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവതരിപ്പിച്ചിട്ടുള്ളൂ. ബ്രഹ്മസംബന്ധിയായിരിക്കുന്ന കാര്യമില്ല. അത് തീർത്തും വിലക്ഷണമാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വേറെ സൂത്രത്തിലൂടെ തന്നെ അദ്വിതീയ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നത്. ആയതിനാൽ ഇങ്ങനെ അധ്യയനം നടത്തിയവന് വേണ്ടിയിട്ട് അടുത്ത വിധാനം ചെയ്യുകയാണ്, തത് വിജിജ്ഞാസസ്വ. നീ തൈത്തര്യത്തിലെ ഭൃഗുവല്ലിയിൽ 1-ാം മന്ത്രാണിത്. ആ ബ്രഹ്മത്തെ അറിയൂ. വിജിജ്ഞാസസ്വ എന്നല്ല, അറിയാൻ ആഗ്രഹിക്കൂ. സ്വന്വേഷ്ടഭ്യ സ വിജിജ്ഞാസിതഭ്യ. ചാന്തോക്യം 8:7-1. സ്വന്വേഷ്ടഭ്യ, ആ പരമാത്മ ആത്മസ്വരൂപനാണ് അന്വേഷണം നടത്തപ്പെടേണ്ടത്, അന്വേഷണത്തിന്റെ വിഷയമാവുന്നത്. സ വിജിജ്ഞാസിതഭ്യ, അതിനെയാണ് വിജിജ്ഞാസ ചെയ്യേണ്ടത്, അറിയാൻ ആഗ്രഹിക്കേണ്ടത്. ആത്മാവാര്യ ദ്രഷ്ടഭ്യ ശ്രോതഭ്യ മന്തഭ്യോ നിധിധ്യാസിതഭ്യ. ധാരാരോട് പറയുന്ന, യാജ്ഞവൽക്കൻ മൈത്രിയോട് പറയുന്ന വാക്യമാണ്. അല്ലയോ മൈത്രി, അരേ മൈത്രി, ആത്മാ. ഈ സ്ഥലത്ത് ഇതിന്റെ മുന്നേയും കുറെ മന്ത്രമുണ്ട്. ആത്മനസ്തുകാമായ സർവം പ്രിയം ഭവതി. ആ ആത്മാവിന് വേണ്ടിയാണ് സകലം പ്രിയമാവുന്നത് എന്നുള്ള സ്ഥലത്ത് ആത്മാ വിശിഷ്ടനാണ്. പക്ഷേ ആത്മാവാര്യ ദ്രഷ്ടഭ്യ എന്നുള്ള സ്ഥലത്ത് ആത്മാ വിശിഷ്ടനല്ല, ശുദ്ധനാണ്. ठीक ഇങ്ങനെ ഇരിക്കുന്ന ആത്മാ ദ്രഷ്ടഭ്യ. ഇവിടെയും നോക്കിയോ, ദ്രഷ്ടഭ്യ ശ്രോതഭ്യ മന്തഭ്യ നിധിധ്യാസിതഭ്യ, എങ്ങനെ തവ്യപ്രത്യയം 4 കാണാം. ഇവിടെ ദ്രഷ്ടഭ്യ എന്നുള്ള സ്ഥലത്ത് തവ്യപ്രത്യയം വന്നിരിക്കുന്നത് അർഹേ കൃത്യ തൃചശ്ച എന്നുള്ള പാണിനീയ സൂത്രത്താല് അർഹാർത്ഥത്തിലുള്ള തവ്യപ്രത്യമാണ്. എന്ന് പറഞ്ഞാൽ ആത്മാ ദ്രഷ്ടഭ്യ, ദർശന യോഗ്യമാണ് എന്ന് പറഞ്ഞ ആത്മാവിനെ അറിയാൻ പറ്റും എന്നുള്ള അർത്ഥത്തിലാണ് തവ്യപ്രത്യം വന്നത്. എങ്ങനെ അറിയാൻ പറ്റും? അതിന്റെ കാരണമാണ് ശ്രവണ മനന നിധിധ്യാസനം. ആയതുകൊണ്ട് അറിയാനായിട്ട് എവിടെ പ്രയത്നിക്കണം? ശ്രവണത്തിലും മനനത്തിലും നിധിധ്യാസനത്തിലും. ആയതുകൊണ്ട് ശ്രോതഭ്യ എന്നുള്ള സ്ഥലത്ത് തവ്യപ്രത്യം ചെയ്യണം എന്നുള്ള അർത്ഥത്തിലാണ്, ശ്രവണം നടത്തണം. ഇവിടത്തെ തവ്യപ്രത്യം ഏതിനാലാ വരുന്നത്? എന്ന് പറയുന്ന സൂത്രമുണ്ട്. വ്യത്യസ്ത സൂത്രങ്ങളിലൂടെയാണ് ഇവിടെ നിധിധ്യാസിതഭ്യ എന്നുള്ള സ്ഥലത്തെ ശ്രവണവും മനനവും നിധിധ്യാസനവും ദർശനത്തിനുള്ള ഹേതുക്കളാണ്. ദർശനം പുരുഷതന്ത്രമല്ല എന്നുള്ളത് കൊണ്ട് ദർശനത്തിൽ വിധി പറ്റത്തില്ല. ശ്രവണ മനന നിധിധ്യാസനങ്ങൾ പുരുഷന് അധീനമായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനാൽ അവിടെ വിധി സംഭവിക്കും. ഈ ഒരു കാര്യമാണ് ദ്രഷ്ടവിധി. ശ്രവണ വിധി ഉപലഭ്യതേ. ശ്രവണത്തിലുള്ള വിധി ഗ്രഹിക്കപ്പെടുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്, അറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ അർത്ഥം കിട്ടി? ആത്മാവാര്യ ദ്രഷ്ടഭ്യ ശ്രോതഭ്യ നിധിധ്യാസിതഭ്യ എന്ന് ശ്രവണത്തിലെ വിധി കാണാൻ പറ്റുന്നുണ്ട്. ഈ ശ്രവണ വിധി ആർക്ക് വേണ്ടി പറഞ്ഞതാ? ആരാണോ സ്വാധ്യായ അധ്യേതവ്യ എന്നുള്ള വിധിക്ക് അനുസരിച്ച് സ്വന്തം ശാഖാധ്യയനം അംഗത്തോടുകൂടി ചെയ്തിരിക്കുന്നവന്, അവന് വേണ്ടിയാണ് ശ്രവണത്തിൽ വിധി കാണുന്നത്. സത്യത്തിൽ ഇനിയും കുറെ കാര്യങ്ങൾ ഇവിടെ കൂട്ടിച്ചേർക്കണം. സാമാന്യമായിരിക്കുന്ന വിധി മാത്രമാണ് സ്വാധ്യായ അധ്യേതവ്യ. ഇനി ഈ ശ്രവണ വിധിയിൽ പോലും എവിടെ പോയിട്ട് ശ്രവിക്കും? പഴയ ഗുരു അല്ല, അടുത്ത ആള് ഗുരു തന്നെ മാറി. അതിവിടെ പ്രസംഗം വന്നിട്ടില്ല, വരത്തുമില്ല. അതായത് തത് വിജ്ഞാനാർത്ഥം ഗുരുമേവ അധികച്ച് ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം എന്ന് അതിന്റെ വിജ്ഞാനത്തിനായിട്ട് ശ്രോത്രിയ ബ്രഹ്മനിഷ്ഠനായിരിക്കുന്ന ഗുരുവിനെ സമീപിക്കാൻ പറയുന്നുണ്ട്. ഈ സ്വാധ്യായ അധ്യേതവ്യ എന്നുള്ള സ്ഥലത്ത് ഉള്ള ഗുരു ശ്രോത്രിയ ബ്രഹ്മനിഷ്ഠനായിരിക്കുന്ന ഗുരു അല്ലത്. അത് സ്വന്തം ശാഖാധ്യയനം മാത്രമേ ഉള്ളൂ. ठीक വേദാധ്യയനം എന്ന് മനസ്സിലാക്കി. ശാഖ മാത്രമല്ല, വേദത്തിന്റെ അധ്യയനം വരും. അപ്പം ആ കർമ്മകാണ്ഡ സംബന്ധിയായിരിക്കുന്ന കാര്യം പഠിപ്പിക്കാൻ മാത്രമുള്ള ഗുരുവിനെ കിട്ടിയാൽ മതി അവിടെ. പക്ഷെ എപ്പോഴാണോ വൈരാഗ്യം വരുന്നത്, അവിടെ കേവല ബ്രഹ്മബോധത്തിനായിട്ട് സമീപിക്കേണ്ട ഗുരു പൂർവ്വത്തിലുള്ള ഗുരു ആവാം, അല്ലാതിരിക്കാം. ठीक ആരാണ്? ജ്ഞാനിയായിരിക്കുന്ന ഗുരുവാണ് ഇവിടെ ഉള്ളത്. ഇങ്ങനെ വ്യത്യാസമുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ 2 കാര്യം പറഞ്ഞിട്ടുള്ളൂ. സ്വാധ്യായ അധ്യേതവ്യ എന്നുള്ള വിധിക്ക് അനുസരിച്ച് ആരാണോ അംഗത്തോടുകൂടി വേദാധ്യയനം നടത്തിയത്, അവന്
വേണ്ടിയിട്ട് ശ്രവണത്തിൽ വിധി കാണുന്നുണ്ട്. പക്ഷേ ഇത് എല്ലാവർക്കും ആത്മാവാര് ദൃഷ്ടഭ്യം എന്നുള്ള ശ്രവണ വിധി ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റത്തില്ല. അവിടെ ആരാ? വിരക്തന് വേണ്ടിയാണ്. അവൻ ആരെയാ സമീപിക്കുന്നത്? ശ്രോതൃ ബ്രഹ്മനിഷ്ഠനായിരിക്കുന്ന ഗുരു. അന്നപ്പോൾ ശ്രോതൃ ബ്രഹ്മനിഷ്ഠനായിരിക്കുന്ന ഗുരുവിനെ സമീപിച്ചിട്ടോ ശ്രവണ മനന നിധ്യാസം നടത്തണം. അവിടെയുള്ള ശ്രവണത്തിലെ വിധിയാണ് നമ്മൾ ആത്മാവാര് ദൃഷ്ടഭ്യ എന്ന് കാണുന്നത്. ഇനി മുന്നോട്ട് കയറി പറയും, ഇവിടെ വിധിയുള്ളതിനാൽ ഇതിന്റെ സംബന്ധിയായിട്ടാണ് നമ്മൾ സൂത്രത്തിന്റെ രചന നടത്തിയത് എന്നർത്ഥം. തസ്യ അർത്ഥ, ഇതിന്റെ അർത്ഥം എന്താ? അമൃതത്വകാമേന അദ്വൈത ആത്മവിചാര ഏവ വേദാന്ത വാക്യേഹി കർത്തവ്യ ഇതി. അമൃതത്വകാമനാൽ, അമൃതത്വം ഇച്ഛിക്കുന്നവനാൽ എന്ത് ചെയ്യണം? അദ്വൈത ആത്മവിചാര ഏവ. അദ്വൈത ആത്മവിചാരം എന്നുള്ളത് എവിടെയാ കിട്ടിയത്? ശ്രോതവ്യം മന്തവ്യം നിധിധ്യാസിതവ്യ എന്നുള്ള സ്ഥലത്തെ ശ്രവണ മരണ നിധിധ്യാസനമാണ് വിചാരം. വിചാര ശബ്ദത്തിന്റെ വിചാരം എന്നുള്ള ഒറ്റപ്പദമാണ്. അതിന്റെ അർത്ഥം എന്താ? ശ്രവണ മരണ നിധിധ്യാസനം എന്നാണ്. ഇതൊക്കെ പഠിച്ചോളണം. അപ്പോൾ അമൃതത്വ കാമനാൽ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ബ്രഹ്മസ്വരൂപം പ്രാപിക്കാൻ ഇച്ഛിക്കുന്നവനാൽ അദ്വൈതാത്മ വിചാര ഏവ കർത്തവ്യ. അദ്വൈതാത്മാവിന്റെ വിചാരം തന്നെയാണ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ശ്രവണ മരണ നിധിധ്യാസനമാണ് ചെയ്യേണ്ടത്. അത് ഏതിലൂടെ ചെയ്യും? വേദാന്ത വാക്യേഹി. വേദാന്ത വാക്യങ്ങളിലൂടെ ശ്രവണ മരണ നിധിധ്യാസനമാണ് ചെയ്യേണ്ടത്. തേന കാമ്യേന നിയമവിധിന അർത്ഥാത് ഭിന്ന ആത്മശാസ്ത്ര പ്രവൃത്തി വൈദികാനാം പുരാണാദി പ്രാധാന്യം വാ നിരസ്യതീതി വസ്തുഗതി. ചില സ്ഥലത്ത് ച എന്നുണ്ട് കേട്ടോ. ച ആണ് നല്ലത്. എന്താണ്? തേന കാമ്യേന നിയമവിധിന, ഇഷ്ടപ്പെട്ട നിയമവിധിയാൽ. അതായത് എവിടെയാണ് വിധി മാനിക്കുന്നത്? എവിടെയാണ് വിധി മാനിക്കുന്നത്? ശ്രവണാദികളിൽ. ठीक അപ്പോൾ ശ്രവണത്തിൽ വിധി മാനിക്കുമ്പോൾ ഏത് വിധിയായിട്ട് മാനിക്കാം? അപൂർവ വിധിയായിട്ട് മാനിക്കാം പ്രകടാർത്ഥകാരനനുസരിച്ച്, നിയമവിധിയായിട്ട് മാനിക്കാം വിവരണകാരനനുസരിച്ച്. അപ്പൊ പറയാണ് കാമ്യവിധിയാൽ എന്ന് പറഞ്ഞാല് ഇഷ്ടപ്പെട്ട നിയമവിധി, കാമ്യേന നിയമവിധിന, ഇഷ്ടപ്പെട്ട വിവരണത്തിനനുസരിച്ച് ഇഷ്ടപ്പെട്ടത് നിയമവിധിയ. ആ നിയമവിധിയാല്, ശ്രവണത്തിലെ നിയമവിധിയാൽ എന്തർത്ഥം കിട്ടും? അർത്ഥാത് ഭിന്ന ആത്മശാസ്ത്ര പ്രവൃത്തി നിരസ്യതേ. ഭിന്ന ആത്മശാസ്ത്രം എന്ന് ഉദ്ദേശിച്ചത് ഏതാ? സാങ്ക്യാദി ശാസ്ത്രങ്ങളാണ്. സാങ്ക്യശാസ്ത്രത്തിലും ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ശാസ്ത്രത്തിലെ പ്രവൃത്തിയെ നിഷേധിക്കുന്നുണ്ട് പോലും. മനസ്സിലായോ? ഞാൻ പറഞ്ഞതല്ല, ടീക്കാകാരൻ പറഞ്ഞതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് പല ടെക്സ്റ്റുകളിലൂടെ കിട്ടാനുണ്ട്. അതായത് നിയമം ചെയ്യാന്ന് പറഞ്ഞാല് അന്യത്തിനെ ഒഴിവാക്കിയിട്ട് ഒന്നിനെ സ്ഥാപിക്കുകയാണ്. അപ്പോൾ ചിലർ പറയും, വരൂ ഞങ്ങളെ കൂടെ, ഞങ്ങൾ തലകുത്തി നിന്നാൽ ബ്രഹ്മത്തെ ഉണ്ടാക്കി തരാം. അപ്പൊ അതിന്റെ കൂടെ പോകുന്ന ആൾക്കാരുണ്ട്. ചിലർ പറയും കുണ്ടലിനി ഉപാസന നടത്തൂ. ठीक ഉപാസിച്ച് ബ്രഹ്മബോധം ഉണ്ടാവും. ബ്രഹ്മബോധമല്ല, ബ്രഹ്മബോധം അവർ മാനിക്കുന്നില്ല. അവരുടെ സിദ്ധാന്തത്തിൽ കുണ്ടലിനി പാമ്പ് കഷ്ടപ്പെട്ട് തലയോട്ടിയിൽ എത്തിക്കഴിഞ്ഞാൽ തലയിലെ ആനന്ദാമൃതം. അങ്ങനെയുള്ള പല കൽപ്പനകളും ഉണ്ട്. ഇവരുടെ കൂടെ ഒന്നും പോകല്ല മക്കളെ, ശ്രവണ മരണ നിധിധ്യാസനം നടത്തൂ എന്നാണ് ഈ വിധി കാണിക്കുന്നത്. ഇനി ഇത് കേട്ടിട്ടും ചിലർക്ക് അപ്പോഴും പ്രേമം മാറത്തില്ല. എന്നാലും ഗുരു പറഞ്ഞ് കുണ്ടലിനി അങ്ങനെ എങ്ങ് നഷ്ടപ്പെടുത്താൻ പറ്റുമോ? ഏതെങ്കിലും ഒന്നിൽ നിൽക്ക്, ഇവിടെ ഉറച്ചു നിൽക്ക്, അല്ലെങ്കിൽ ഒന്നുകിൽ അവിടെ ഉറച്ചു നിൽക്ക്. ഇവിടെ ഉറച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, കുണ്ടലിനി എന്നുള്ളത് അശാസ്ത്രീയമായിരുന്നു എന്നുള്ളത്. അപ്പോൾ അന്യശാസ്ത്രത്തിലെ പ്രവൃത്തിയെ നിഷേധിക്കുന്നുണ്ട്. അത്രയും മാത്രമല്ല, വൈദികാനാം പുരാണാദി പ്രാധാന്യം ച നിരസ്യതി. വൈദികത്തിലെ പുരാണാദി പ്രാധാന്യവും നിഷേധിക്കുന്നുണ്ട്. വൈദികമായിട്ട് തന്നെ മനസ്സിലാക്കണം. ഇത് വസ്തുഗതി. ഏതിന്റെ? വിധിയുടെ വസ്തുതഃ ഈ കാര്യമാണ് സിദ്ധിക്കുന്നത്. വിധിയിൽ നിങ്ങൾ നിയമവിധി മാനിച്ചു കഴിഞ്ഞാൽ ഉള്ള അർത്ഥം ഇത്ര കിട്ടും. അത്ര കശ്ചിദിഹ ജന്മനി ജന്മാന്തരേവ അനുഷ്ഠിത യജ്ഞാദിഭിർ നിതാന്ത വികലിത സ്വാന്തോ അസ്യ ശ്രവണ വിധേഹേ കോ വിഷയഃ കിം ഫലം കോ അധികാരി ക സംബന്ധ ഇതി ജിജ്ഞാസതേ. അത്ര ഈ കാര്യത്തിൽ ചില പുണ്യവാന്മാർ കശ്ചിത് അവരെന്ത് ചെയ്തു? ഈഹ ജന്മനി, ഈ ജന്മത്തിലായിരിക്കട്ടെ, ജന്മാന്തരേവ, മുമ്പുള്ള ജന്മത്തിലോ ചെയ്തിരിക്കുന്ന കർമ്മ ഉപാസനകളാൽ ശുദ്ധമായിരിക്കുന്ന അന്ധകരണം ഉള്ളത് കൊണ്ട് അവർക്ക് ആകാംക്ഷ ഉണ്ടാവും. എന്താ പറയുന്നത്? അനുഷ്ഠിത യജ്ഞാദിഭിഹി, ഈ ജന്മത്തിലോ അല്ലെങ്കിൽ മുമ്പെയുള്ള ജന്മത്തിലോ അനുഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന യജ്ഞാദികളാൽ. ഇത് കാമ്യയജ്ഞം അല്ല കേട്ടോ, അന്ധകരണ ശുദ്ധിക്ക് വേണ്ടിയുള്ള യജ്ഞമായതുകൊണ്ട് അന്ധകരണം ശുദ്ധമാവുമ്പോൾ എന്ത് പറ്റി? ജന്മാന്തരി അനുഷ്ഠിത യജ്ഞാദിഭിർ നിതാന്ത സ്വാന്ത വികലിത സ്വാന്തോ. സ്വാന്തം എന്ന് പറഞ്ഞ അന്ധകരണം. ഈ അന്ധകരണം നിതാന്ത വിമലമാണ്, തീർത്തും വിമലമായിരിക്കുന്നത്. വികതഹമലോ യസ്മാത് തത് വിമലം അന്ധകരണം.
തീർത്തും വിമലമായിരിക്കുന്ന അന്ധക്കരണ ഉള്ളതിനാൽ അവരെന്ത് ചിന്തിക്കും? അശ്വശ്രവണ വിധേയക്കോ വിഷയ. ശ്രവണ വിധി എവിടെയാ കാണുന്നത്? ആത്മാവരെ ദ്രഷ്ടവ്യ മന്ദവ്യ ഇത്യാദി ശ്രുതികളിലാ കാണുന്നത്. സോ അന്വേഷ്ടവ്യ സ വിജിജ്ഞാസിതവ്യ ഇത്യാദി ശ്രുതികളിലൂടെ ശ്രവണത്തിൽ വിധി കാണുന്നുണ്ട്. ആ ശ്രവണ വിധിയുടെ വിഷയം ഏതാണ്? ഒന്ന്. കിം ഫലം, അതിന്റെ ഫലം എന്താണ്? കോ അധികാരി, ഈ ശ്രവണത്തിലെ അധികാരി ആരാകുന്നു? ക സംബന്ധ. അപ്പൊ എന്തൊക്കെ കിട്ടി? അധികാരി, സംബന്ധം, വിഷയം, ഫലം എന്ന് പറയുന്ന പ്രയോജനം. ഇതാണ് അനുബന്ധം എന്ന് പറഞ്ഞാല്. ഓക്കെ, അനുബന്ധാനാം ചതുഷ്ടയം അനുബന്ധ ചതുഷ്ടയം. അനുബന്ധ ചതുഷ്ടയത്തെ നമ്മൾ ശാസ്ത്ര മര്യാദയ്ക്ക് അനുസരിച്ച് ഗ്രന്ഥത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞിരിക്കണം. വിനാനുബന്ധം ഗ്രന്ഥാതോ മംഗളം നൈവ ശസ്യതി. ഗ്രന്ഥത്തിന്റെ ആരംഭത്തിൽ അനുബന്ധ ചതുഷ്ടയം പറഞ്ഞിട്ടില്ല എങ്കിൽ ആ ഗ്രന്ഥം മംഗളത്തെ പ്രാപിക്കത്തില്ല. സംബന്ധശ്ചാധികാരീച വിഷയശ്ച പ്രയോജനം വിനാനുബന്ധം ഗ്രന്ഥാതോ മംഗളം നൈവ ശസ്യതി. നമുക്കിനി നാളെ കാണാം ബാക്കി ഭാഗം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനെ വ്യോമവത്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. നമോ നാരായണ. ഹരി ഓം.